ഉണ്ടാകട്ടെ. ഇന്നിങ്ങനെ വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ തക്കവണ്ണം ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം പ്രശ്നങ്ങളെ നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന വിഷയമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രശ്നമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ജനിച്ചതിന് ശേഷം എനിക്ക് ദൈവം സഹായിച്ച ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകാനിടവന്നിട്ടില്ല. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദുഃഖവും മാത്രമേ അനുഭവിച്ചിട്ടുള്ളെന്ന് സാക്ഷ്യം പറയാനായിട്ട് ആരെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ബൈബിളിൽ പറയുന്ന പ്രമാണത്തിന് ഒരു പക്ഷേ എതിരായിട്ടായിരിക്കും. കാരണം ബൈബിളിൽ തന്നെ പറയുന്നത് നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടെന്നാണ് ബൈബിളിൽ പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും. എനിക്കുള്ള പ്രശ്നങ്ങളായിരിക്കത്തില്ല മറ്റുള്ളവർക്ക്. പ്രശ്നങ്ങൾ പല വിധത്തിലായിരിക്കും. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ഒരാൾ പോലും ജീവിതത്തിൽ ഇല്ല. ബൈബിളിൽ ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഇയ്യോബ് 5:7. ഇയ്യോബ് 5:7 അവിടെ പറയുന്നത്, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. മനുഷ്യൻ ജനിച്ചിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നത്? കഷ്ടതയ്ക്കായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇയ്യോബ് 14:1 ഇയ്യോബ് 14:1 പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവിടെ എന്താ പറയുന്നത്? സ്ത്രീ പ്രസവിച്ച മനുഷ്യന് ആയുസ് അല്പായുസുള്ളതാണ്. അതുപോലെ തന്നെ ആ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? കഷ്ടം നിറഞ്ഞ ജീവിതമാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇയ്യോബിനെ പറ്റി അറിയാല്ലേ? നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായിട്ട് അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിക്ക് അനുഭവിക്കുന്ന ഇത്രയും കഷ്ടതകൾ വന്നെങ്കിൽ നമുക്ക് എന്തുമാത്രം കഷ്ടങ്ങളായിരിക്കും അല്ലേ വരാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ദൈവഭക്തമായിട്ട് ജീവിച്ചുകൊണ്ട് എനിക്ക് യാതൊരു കഷ്ടതകൾ വരത്തില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 14:22 അവിടെയും പൗലോസ് പറയുന്നു, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അവിടെയും പറഞ്ഞത് ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ട്. വേറെ വാക്യങ്ങളുണ്ട്, വായിക്കുന്നില്ല. 2 കൊരിന്ത്യർ 1:4, 1 തെസ്സലോനിക്കർ 3:4 ഇതൊക്കെ പറഞ്ഞെന്താ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടതകളുണ്ട്. അത് നമ്മൾ അത് ഒരു ഫാക്റ്റാണ്. അത് നമ്മൾ അംഗീകരിച്ച്, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളത് അംഗീകരിച്ച് വരുന്നത്. സൺറൈസസ് ഇൻ ദി ഈസ്റ്റ് എന്ന് പറഞ്ഞ ഫാക്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞൊരു കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ചിലർക്ക് രോഗങ്ങളായിരിക്കാം അല്ലെ, ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ചിലർക്ക് മാനസികമായിട്ട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം, ചിലർക്ക് ഇതൊന്നും ആയിരിക്കത്തില്ല. ഇപ്പം ഞാൻ നിസ്സാരമെന്ന് കരുതുന്ന ഒരു കാര്യം എനിക്ക് വേറൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുന്നത്, അവരകട്ടും അതായിരിക്കും. അപ്പം നമ്മളെന്ത് പറയും? അവിടെ ഇതാണ് വലിയൊരു കാര്യമല്ലേ, ഞാൻ ഇതിനേക്കാളും വലിയ കഷ്ടം സഹിച്ചിട്ട് വന്നിരിക്കുക, ഈ സൗകര്യം കണ്ടു ചെറിയൊരു കഷ്ടത്തിൽ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അല്ലേ. ഒരു LKG പഠിക്കുന്ന കുഞ്ഞിന് ആ എഴുതുന്നതായിരിക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ LKG കഴിഞ്ഞ 1ാം ക്ലാസ് എടുത്ത കൊച്ചിനോട് 7 കാണിക്കാൻ നേരം പറയും അല്ലേ, അവർ സ്പീഡിൽ കാണിക്കും. ഇതാണോ വലിയ കാര്യം എന്ന് പറഞ്ഞ് അവർ പറയും. പക്ഷെ അപ്പോൾ ഓരോ വ്യക്തികൾക്കും സഹിക്കാവുന്ന പ്രശ്നങ്ങൾ പല വിധത്തിലാണ്. പക്ഷേ എല്ലാവർക്കും എന്തുണ്ട്? ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അതിനെ അതിജീവിക്കാൻ കഴിയുന്നത് എങ്ങനെ? ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വളരെ ലളിതമായ പോയിന്റ്സ് കേട്ടോ. 3 പോയിന്റ്സ് ഞാൻ പറഞ്ഞുള്ളൂ പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട്. ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വേറെ കാണുമായിരിക്കും. പക്ഷെ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രശ്നവുമായിട്ട് നമ്മൾ കടന്ന് ചെല്ലണം. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രശ്നവുമായിട്ട് നമ്മൾ കടന്ന് ചെല്ലണം. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കില്ലേ ഞങ്ങളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, വലിയൊരു കാര്യമാണ്. ഒരു ക്ലാസ് ക്യാബിന് വന്ന് ക്ലാസ് എടുക്കാൻ മാത്രമുള്ള പോയിന്റ് ആണോ നമ്മൾ ചിന്തിക്കും. ദൈവസന്നിധിയിലേക്ക് പ്രശ്നമായിട്ട് കടന്നു ചെല്ലുന്നത് നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ പറയും, കടന്നു ചെല്ലും, നമ്മൾ പറയും ഞാൻ പ്രശ്നം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും നമ്മൾ ഒറ്റ സെന്റൻസ് കൊണ്ട് പ്രാർത്ഥന നിർത്തും അല്ലേ. ദൈവം നീ എല്ലാം അറിയുന്നുണ്ട്, നിനക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ല, നീ എൻ്റെ പ്രശ്നത്തെ സഹായിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് അത്രയും പ്രശ്നത്തിന് പരിഹാരം കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെല്ലേണ്ടത്. ഒരു ഉദാഹരണം നോക്കാം, ഹന്നയെ നോക്കാം. ഹന്നയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും സ്ത്രീയാണ് അല്ലേ, അപ്പം കുറച്ച് റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഹന്നയ്ക്ക് എന്താ സന്നയുടെ പ്രശ്നം? കുഞ്ഞുങ്ങളില്ലെന്നുള്ളതായിരുന്നു അവളുടെ കഷ്ടത. നമുക്കൊരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു വിവാഹം കഴിഞ്ഞ കുഞ്ഞുണ്ടാകുന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഹന്നയ്ക്ക് അവിടെ നേരിടുന്നതായിട്ട് വന്നത്. ഹന്നയ്ക്ക് അത് മാത്രമല്ല, പെനീന എന്ന് പറഞ്ഞ അല്ലേ ആ സ്ത്രീ എന്ത് ചെയ്തു? അവളെ വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് കാണാനായിട്ട് കഴിയും. അപ്പം ഹന്നയ്ക്ക് ഒരു സൈഡിൽ ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലെന്നുള്ള വിഷമം, സമൂഹത്തിൽ മറ്റു കുഞ്ഞുങ്ങളെ അമ്മമാർ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു കുഞ്ഞിരുന്നുള്ള വളരെ ഭാരം. മറ്റേ സൈഡിൽ എന്താ? എപ്പോഴും കൂടെ പെനീന എന്ന് പറഞ്ഞ ആ സ്ത്രീ എന്ത് ചെയ്യുന്നു? ഇവളെ അതിനെപ്പറ്റി പറഞ്ഞത് അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ആ സെന്റൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ വാക്ക്. കാരണം ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇതിന്റെ പോയിന്റായിട്ട് പറയാൻ പോകുന്നത് അത് തന്നെയാണ്. 1 ശമൂവേൽ 1:10 1 ശമൂവേൽ 1:10
ഇവിടെ ഹന്നെ പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട്. ഹന്ന പ്രാർത്ഥിച്ചു, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. ഇതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റ വാക്കിൽ പറയുന്നല്ല, നമ്മുടെ ആ പ്രശ്നം എങ്ങനെ നമ്മൾ അലട്ടുന്നു ആ പ്രശ്നം അങ്ങനെ തന്നെ പോയി കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പറയണം. ഇവിടെ പെനീന എന്താ ചെയ്തത്? അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം മുഷിപ്പിച്ചു. അവൾ ഹന്ന പ്രാർത്ഥിച്ചെന്താ? അവൾ മനോവ്യസനത്തോടെ യഹോവയോട്, കണ്ടോ, ആ വ്യസനം അവൾ എന്ത് ചെയ്തു? ആ മനോവ്യസനം അങ്ങനെ തന്നെ പോയി കർത്താവിന്റെ സന്നിധിയിൽ പോയിട്ട് അവള് പ്രാർത്ഥിക്കുക ചെയ്തു. അത് ഞാൻ ഒറ്റ സെന്റൻസ് ഒറ്റ വാക്കുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല ഉദ്ദേശിച്ച്. നമ്മളെ അലട്ടുന്ന പ്രശ്നം എന്താണോ അതെന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ തന്നെ അല്ലേ, നമുക്ക് സങ്കടം വരുന്നെങ്കിൽ നമ്മൾ ആ സങ്കടം അങ്ങനെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പോയി പറയാം. നമുക്ക് നിരാശ വരുന്നെങ്കിൽ പറയാം, കർത്താവ് എനിക്ക് നിരാശ വരുന്നു, എനിക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് ദേഷ്യം വരുന്നത് എന്ത് ചെയ്യണം? അങ്ങനെ കർത്താവ് എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് തീർപ്പം വരുന്നത്. നമ്മൾ എന്താണോ എങ്ങനെയാണോ പ്രശ്നം അലട്ടുന്നത് ആ പ്രശ്നം നമ്മൾ അങ്ങനെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പോയി നമ്മളെ ഭാരങ്ങൾ അവിടെ ഇറക്കി വെക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെയൊക്കെ മുഖത്തേക്ക് നോക്കാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ക്രിസ്തു ഭാഷയിൽ കർത്താവ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ദൈവമേ കടം തീർത്ത് തന്നെ വരുന്നത്, അല്ലെങ്കിൽ കർത്താവ് കുഞ്ഞുങ്ങളെ തെറ്റായ വഴി പോകുന്ന കർത്താവെയാണ് അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കും. പക്ഷെ അതുകൊണ്ട് എന്താ? നമ്മൾ ആ പ്രശ്നങ്ങളെ മുഴുവനായിട്ട് ദൈവസന്നിധിയിൽ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. നമുക്കറിയാം, ഹന്നയ്ക്ക് ഇവിടെ ഒരു തീർച്ചയായിട്ടും ഇങ്ങനെ ദുഃഖം അനുഭവിക്കുന്നു, അപ്പുറത്ത് ഒരാൾ ഇങ്ങനെ വ്യസനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എന്തായിരിക്കും പ്രതികരണം? ദേഷ്യം കാണിക്കും അല്ലേ? നമ്മുടെ അടുത്ത് വരുന്നോട്ട് നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിൻ്റെ അടുത്ത ദേഷ്യം കാണിക്കും. പക്ഷെ ഹന്നയെപ്പറ്റി ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നമ്മൾ ഹന്ന മൃഗത്തുന്നതായിട്ടോ പിന്നീട് മോശമായിട്ട് സംസാരിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. കാരണം എന്താ? ഹന്ന ആ വ്യസനം മുഴുവൻ അല്ലേ, അവൾ വ്യസനം ഉണ്ടാക്കി ആ വ്യസനം മുഴുവൻ ദൈവസന്നിധിയിലേക്ക് അവൾ കവർന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്കത് നേരിടാനായിട്ട് കഴിഞ്ഞു. അതുപോലെ വേറെ എക്സാമ്പിൾ പറയാം. 2 രാജാക്കന്മാർ 19 അധ്യായത്തിൽ ഇതുപോലെ വേറെ ഉദാഹരണമുണ്ട്. 2 രാജാക്കന്മാർ 19 അധ്യായത്തിൽ ഹിസ്കിയ രാജാവിന്റെ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത്. റബ്ശാക്കി എന്ന് പറഞ്ഞ മനുഷ്യന്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഹിസ്കിയ രാജാവ് എന്ത് ചെയ്തു? വളരെ വേദനയോടെ ആലയത്തിലേക്ക് ചെല്ലുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 19-14 വാക്യത്തിൽ ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു. അവൻ യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. കണ്ടോ? എന്ത് ചെയ്ത? ആ ഒരു എഴുത്ത് ഇങ്ങനെ കൊടുത്ത് ദൂതന്മാരെ കൊടുത്തു വിട്ടു. ആ എഴുത്തിൽ വളരെ നിന്ദിക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെയാണ് അല്ലേ. ആ വാക്കുകളൊക്കെ കേട്ട് ഹിസ്കിയ രാജാവിന്റെ മനസ്സിൽ ഭയങ്കര സങ്കടവും പ്രയാസവും ഒക്കെ ഉണ്ടായി. കർത്താവ് ഇവരിങ്ങനെ പറഞ്ഞു, ഇവരോട് എന്താ ചെയ്യരുത്, അങ്ങനെയല്ല പറഞ്ഞത്. ആ എഴുത്ത് തന്നെ എന്ത് ചെയ്തു? അവിടെ കൊണ്ട് വിടർത്തി അതവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണണ്ട. അന്നാണ് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഏതാ പറഞ്ഞത്? നമുക്കുണ്ടാകുന്ന പ്രശ്നം അത് മുഴുവനായിട്ട് ആരുടെ സന്ധിയിലേക്ക് പകരുക? ദൈവസന്ധിയിലേക്ക് നമ്മൾ അത് പകരം. ഒരു ലെറ്റർ വന്നു, അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ആ ലെറ്റർ തന്നെ മുഴുത്ത് വെച്ച് എന്ത് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങൾ, അടിക്കടി രോഗങ്ങളുണ്ടാകുന്നു, നമുക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല, നമ്മൾ എന്ത് ചെയ്താൽ അത് തന്നെ പറയാം, കർത്താവ് എനിക്ക് പറ്റുന്നില്ല, ഈ രോഗത്തിന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല, ഇവിടെ വേദന വരുന്നു, അവിടെ അലർജി വരുന്നു, അവിടെ തുമ്മൽ വരുന്നു അല്ലേ, ഓരോന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എണ്ണി എന്ത് ചെയ്യണം? ആ പ്രയാസങ്ങൾ അങ്ങനെ തന്നെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം 19:20 യഹോവ അരുളി ചെയ്യുന്നത് എന്താണ്? 19:20 പറയാണ്, നീ അശ്ശൂർ രാജാവായ സൻഹേരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു. അല്ലേ? എത്ര ആശ്വാസമായിരിക്കും അങ്ങനെ കേൾക്കുമ്പം. തിരിച്ച് നമ്മളങ്ങനെ ദൈവസന്നിധിയിൽ ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ ഭാരത്തോടെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ യഹോവ തിരിച്ചുത്തരം പറയാണ്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഹിസ്കിയാവ് എന്തോ ഒരു സമാധാനം ഉണ്ടായി കാണും അല്ലേ? പക്ഷെ നമ്മൾ അങ്ങനെ പോയിരുന്ന സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ, അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് കിട്ടണമെങ്കിൽ അല്ലേ, നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ പ്രാർത്ഥിച്ചപ്പം ബൈബിൾ ഒന്ന് വായിക്കാൻ വിചാരിച്ച ദൈവം അതിൽ കൂടെ എനിക്കൊക്കെ ചില സമയത്ത് ചില വാക്കുകളൊക്കെ കണ്ടാൽ ഇങ്ങനൊരു വാക്കുകൾ ഉണ്ടോയെന്ന് പോലും നമുക്ക് തോന്നും അല്ലേ. ചില സമയത്ത് നമുക്ക് കഴിവില്ല എന്താന്ന് പറയുമ്പോൾ നീ അങ്ങനെ പറയാൻ പാടില്ല, ശക്തി ഭ്രമിച്ച് നോക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ ചില സമയത്ത് നല്ല വഴുക്ക് പറഞ്ഞല്ലായിരിക്കും പറഞ്ഞത്, ഗുണീകരണത്തും ശാസ്ത്രം പറഞ്ഞത് നീ മിണ്ടാതിരിക്കും അല്ലേ, എവിടെ സത്യത്തിൽ നീ മിണ്ടാതിരിക്കുന്നത് നല്ലത്. ചിലപ്പോൾ ആ പറഞ്ഞ കേൾക്കുന്നത് നമുക്ക് ചിലപ്പോൾ എന്തോ ഒരു ആശ്വാസം ആയിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ചിലപ്പോൾ കുറേ പറയുമ്പോൾ ചിലപ്പോൾ ഒരു വായിക്കാൻ വിചാരിച്ചിരിക്കുമ്പോഴേക്കും മിണ്ടാതിരുന്നു മൗനമായിരുന്നു ദൈവമെന്ന് അറിയുക. അതോടുകൂടെ നമ്മൾ പിന്നെ ദൈവം അത് മിണ്ടാതിരുന്ന് പരാതിയാണ് നിർത്തും. പക്ഷെ അത് വലിയൊരു ആശ്വാസമായിട്ടാണ് നമുക്ക് തീരുന്നത്. നമുക്കറിയാം യെശയ്യാ 38:5 ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. നിങ്ങളങ്ങനെ ദൈവസന്നിധിയിൽ പോയിട്ട് നിങ്ങളുടെ പ്രശ്നമായിട്ട് അങ്ങനെ ചെന്ന് കണ്ണീർ ഒഴുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ വചനം ഒന്ന് വായിക്കാൻ വെച്ച് വായിക്കുമ്പോൾ പറയാം, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണീർ കണ്ടിരിക്കുന്നു അല്ലേ. അതുണ്ടാക്കുന്ന സമാധാനം എത്ര വലുതാണ്. യെശയ്യാ 38:17 സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു. ഇങ്ങനെ വാക്കുകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ദൈവമായിട്ടൊരു നല്ലൊരു ബന്ധം
നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു ബന്ധം പലപ്പോഴും നമുക്ക് ഇല്ല. നമ്മൾ ഒരു മിനിറ്റും കൊണ്ട് എൻ്റെ തട്ടിക്കൂട്ടി ബൈബിൾ വായിച്ചു, ഒരു മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചു പോകുന്നൊക്കെ എങ്ങനെ ദൈവത്തൊക്കെ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് കഴിഞ്ഞത്? അങ്ങനെയല്ല, നമുക്ക് നിരന്തരമായിട്ടില്ല എല്ലാ ദിവസവും കഴിച്ചായ്മയും പ്രാർത്ഥനയും അതിനുവേണ്ടി കുറേ സമയം വേർതിരിച്ച് അതൊക്കെ ആസ്വദിച്ച് നമ്മൾ അങ്ങനെ ചെയ്ത വ്യക്തിക്കാണ് ഈ ഹന്നയെപ്പോലെ എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ വ്യസനങ്ങൾ ദൈവസന്നിധിയിൽ ഓരോരുത്തർക്കും ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, പഠിച്ച് തലയിൽ കയറുന്നില്ലായിരിക്കാം. ചിലർക്ക് ഇൻഫീരിയർ കോംപ്ലക്സ് ആയിരിക്കും, എന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു അത്രയും വെളുപ്പില്ല, എൻ്റെ ഇതിനെ കളിയാക്കുന്നു, എനിക്ക് പൊക്കമില്ല, അല്ലെങ്കിൽ ഭയങ്കര വണ്ണമാണ് അല്ലേ, ചിലർക്ക് അതായിരിക്കും. നമ്മളതിനെ നിസ്സാരമായിട്ട് കാണണ്ട അല്ലേ. അവരുടെ മനസ്സിലെ സ്ട്രഗിൾസ് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് അങ്ങനെ ആ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യുക? കർത്താവ് എന്നെ കാണാൻ കൊള്ളത്തില്ലെന്ന് പറയുന്നു, ദൈവമേ എന്നെ സഹായിക്കണം, അത് അക്സെപ്റ്റ് എന്നെ സഹായിക്കണമേ, അത് അങ്ങനെ തന്നെ പറയാം. അങ്ങനെ ഓരോ പ്രായത്തിലുള്ളവർക്കും ഓരോന്ന് കഴിയില്ല. അപ്പോൾ ഈ ഹന്നയെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് മനസ്സ് തുറന്ന് ആ വ്യസനിപ്പിക്കുന്നതാണെങ്കിൽ ആ വ്യസനം അങ്ങനെ തന്നെ, ആ എഴുത്താണ് ആ എഴുത്ത് അങ്ങനെ തന്നെ വിടർത്തി വെച്ച് അങ്ങനെ നിങ്ങൾ ഭാരങ്ങളെ പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവം നമുക്കതിനുള്ള കൃപ നമുക്ക് തരും. ഒന്നാമത് പറഞ്ഞ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഇറക്കി വെച്ച് ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാൻ. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സർവശക്തിയിൽ ആശ്രയിക്കാൻ. ദൈവത്തിൻ്റെ സർവശക്തിയിൽ ആശ്രയിക്കാൻ. നമുക്കറിയാം, നമ്മുടെ സാഹചര്യങ്ങൾ എത്ര മോശമായാലും നമ്മൾ മനസ്സിലാക്കണം, നമ്മോട് കൂടെ ഉള്ളവനാരാ? കണ്ണുണ്ടെങ്കിലും കാണത്തില്ലാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അല്ല ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നവർ പോലും എത്രയോ വിശ്വാസത്തോടുകൂടി അവരുടെ വിഗ്രഹത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ച് അവരുടെ ദൈവത്തെ ചെയ്തു എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കൂടെയുള്ള ദൈവം സർവശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ദൈവം. ആ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? ആശ്രയിക്കുക. അങ്ങനെ ആ ദൈവത്തെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എൻ്റെ ദൈവത്താൽ കഴിയാത്ത യാതൊരു കാര്യമില്ല. നമുക്ക് സാധിക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവം എന്ത് ചെയ്യും? ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയുള്ളൊരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ പൂർണ്ണ ബോധ്യത്തോടെ അങ്ങനെ നിന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആ ഒരു വിശ്വാസവും ആശ്രയം നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ആരുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് കാര്യങ്ങളെ ചെയ്യാനായിട്ട് കഴിയും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ബൈബിളിൽ. എന്തായിരിക്കും? ദൈവത്തിൻ്റെ സർവശക്തിയെ പറ്റി പറയുമ്പോൾ ചെങ്കടൽ അല്ലേ, ദൈവം ചെങ്കടലെ വിഭാഗിച്ച സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്കറിയാം, അത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു സംഭവമാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഇസ്രായേൽ മക്കൾ ഇങ്ങനെ അടിമത്തത്തിലായിരുന്നു അല്ലേ. അവർ വളരെ നിലവിളിച്ചു, ഒത്തിരി കഷ്ടതകൾ അവർ അനുഭവിച്ചു, അവരൊത്തിരി നിലവിളിച്ചു. ദൈവം നിലവിളിയൊക്കെ കേട്ട് അവരെ ഇങ്ങനെ രക്ഷിച്ച് അവർ വലിയ പ്രത്യാശയോട് കൂടെ അല്ലേ എന്തോ വലിയൊരു കാര്യം നേടിയതുപോലെ അവരിങ്ങനെ മുമ്പോട്ട് യാത്ര തിരിച്ചു. പക്ഷേ അധികം താമസിച്ചില്ല, യാത്ര അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. എന്താ പറ്റിയത്? വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. കഷ്ടം നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. അവർ യാത്ര തിരിച്ചു, അവർ മുമ്പോട്ട് പോയി തുടങ്ങിയപ്പോൾ തന്നെ എന്താ വലിയൊരു പ്രതിസന്ധി കാണാനായിട്ട് സാധിക്കും. അവരുടെ സന്തോഷമെല്ലാം അവർ അസ്തമിച്ചു. മക്കളുടെ സ്വഭാവം അറിയാമല്ലോ അല്ലേ. ഒരു ചെറിയ പ്രശ്നം കിട്ടിയാൽ മതി, അവർ പിന്നെ അതിനെ അങ്ങ് അല്ലേ അതിനെ വഷളാക്കി കൈ തരും. പുറപ്പാട് പുസ്തകം 14:10. പുറപ്പാട് 14:10 എന്താ പറയുന്നത്? ഇസ്രായേൽ മക്കൾ തല ഉയർത്തി നോക്കി ബന്ധം കണ്ടേ മിസ്രയീമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. നോക്കി ബന്ധം എവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നോ സന്തോഷത്തോടെ പോകുന്നു, അവർ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു സൈന്യമായിട്ട് അവർ പുറകെ വരുന്നു. മാത്രമല്ല മുമ്പിൽ എന്താ ഉള്ളത്? ചെങ്കടല്. എന്ത് ചെയ്യും? ഓർമ്മ നോക്കിയിരുന്നു. ഒരാൾ ഓടി രക്ഷപ്പെടണമെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം? ഈ ഇത്രയും ജനം രക്ഷപ്പെടണം. പുറകിൽ സൈന്യം, മുമ്പിൽ ചെങ്കടല്. എന്ത് ചെയ്യും? അവർ ആ പാടെ ദേഷ്യപ്പെട്ടു അല്ലേ. അവർ മോശയോട് പിറുപിറുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മോശയോട് അവരെന്താ പറഞ്ഞത്? മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണ് നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഞങ്ങൾ അവിടെ കിടന്ന് മരിക്കത്തില്ലായിരുന്നു അല്ലേ. നീ വലിയ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് വലിയ പ്രത്യാശയൊക്കെ തന്ന് ഇവിടെ കൊണ്ട് മരിക്കാനാണോ ഞങ്ങളെ നീ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മോശയുടെ നേരെ അവിടെ സംസാരിക്കുന്നത് കാണാം. പക്ഷെ മോശയ്ക്ക് ഇവിടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് കഴിഞ്ഞു. മോശ എന്ത് ചെയ്തു? ഈ പ്രശ്നം ചെന്ന് ദൈവസന്നിധിയിൽ മോശ പറഞ്ഞു. മോശയോട് ദൈവം പറയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കും, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുക. മോശ അവിടെ ദൈവത്തിന്റെ മുമ്പിൽ പോയി ഈ പ്രശ്നത്തെ പറഞ്ഞപ്പം ദൈവം എന്ത് ചെയ്തു? മോശയ്ക്ക് ധൈര്യം അവിടെ കൊടുക്കുക. മാത്രമല്ല ദൈവം ചെയ്ത് എന്തൊക്കെയാണ് അല്ലേ. ദൈവം ചെയ്ത കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് എപ്പോഴും മനസ്സിലാക്കുക ചെങ്കടൽ എന്തായാലും നിർത്തി വരുന്നത് അത്രേ. പക്ഷെ അത്രയല്ല, ശ്രദ്ധിച്ച് ഞാൻ വായിച്ചപ്പോഴാണ് എനിക്കും ഇത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. മോശയോട് ദൈവം പറഞ്ഞു, നീ വടിയെടുത്ത് നിന്റെ കൈ കടൽമേൽ നീട്ടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ മോശ നീട്ടി. ദൈവം എന്താ ചെയ്തത്? യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർതിരിഞ്ഞു. രാത്രി എന്ത് ചെയ്തു? രാത്രി മുഴുവൻ ഒരു കാറ്റ് അടുപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഇതിനെ രണ്ടാക്കി അങ്ങനെ നിർത്തി. അങ്ങനെ കടൽ തമ്മിൽ വേർപിരിഞ്ഞു. മാത്രമല്ല ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. അത് മാത്രമല്ല ചെയ്തത്,
ഫറോനും കൂട്ടർക്കും മേഘവും അന്ധകാരവും വരുത്തി. ഇസ്രായേൽ മക്കൾക്ക് രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. നോക്കി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ. അവർക്ക് ദൈവം എന്ത് ചെയ്ത് അന്ധകാരം കൊടുത്തു, ഇസ്രായേൽ മക്കൾക്ക് രാത്രി അങ്ങ് പ്രകാശമാക്കി കൊടുത്തു. നമ്മൾ നോക്കി നമ്മളൊരു സിറ്റുവേഷൻ അങ്ങനെ പെടുകയാണ്, ഇരുട്ടാണ്, കാണത്തില്ല, ദൈവം പെട്ടെന്ന് പ്രകാശം പകലാക്കി തരുന്നു അല്ലേ? അങ്ങനെയൊക്കെ വന്ന് എന്തോരം നമുക്ക് സന്തോഷമായിക്കാണ്. ദൈവം തന്റെ മക്കൾക്ക് ചെയ്തതല്ല, രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു, അവർക്ക് ഇരുട്ട് കൊടുത്തു. അപ്പൊ എന്തെങ്കിലും കാണാൻ പറ്റുമോ? പെട്ടെന്ന് ഇരുട്ടായാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. മാത്രമല്ല അവരെന്ത് പ്രഭാതമായപ്പോൾ എന്ത് ചെയ്ത് ദൈവം മിസ്രൈമിനെ തന്നെ താറുമാറാക്കി. എങ്ങനെയാ? അവര് രഥചക്രങ്ങൾക്ക് തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. ദൈവം എന്ത് ചെയ്തു? അതിന് മുമ്പോട്ട് ഓടാൻ പറ്റുന്നില്ല സ്പീഡിൽ അല്ലേ? അപ്പോഴത്തേനും ദൈവം ഇസ്രായേൽ മക്കൾ ഇവിടുന്ന് അവിടെ കടന്നു കഴിഞ്ഞു. ദൈവം ഒരു സ്പീഡ് കൂട്ടി കൊടുത്തപ്പോഴത്തേനും ഇസ്രായേൽ മക്കൾ അപ്പുറത്ത് കടന്നു കഴിഞ്ഞു. ഇവർ ഓടി വന്നപ്പോഴത്തേനും എന്താ? മോശ അവിടെ കൈ നീട്ടി വെള്ളം കടലിൽ വന്ന് മുങ്ങി ഇവര് മരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. ദൈവം നോക്കി, ദൈവം എത്ര ശ്രദ്ധയോടെ കാണിക്കുന്നത്, എത്രയോടെ ശ്രദ്ധ മക്കളെ കരുതിയത് അല്ലേ? ഒരു പ്രശ്നത്തിൽ ദൈവം കൊണ്ട് അവരെ ഇട്ട്. ശരിയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിൽ അങ്ങോട്ട് വന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൈവത്തെ അറിഞ്ഞു ഈ നല്ലൊരു ജീവിതം നമ്മൾ തുടങ്ങാൻ പോകുന്ന മുന്നോട്ട് വരുമ്പോഴേ മുമ്പിൽ ചെങ്കടൽ, പുറകിൽ സൈന്യം. എന്ത് ചെയ്യും? നമ്മൾ ആ പടപ്പായ്ക്കും ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കത്തില്ല. രക്ഷയിലേക്ക് നയിച്ചിട്ട് എന്ത് പറയും? ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അല്ലേ ഇതൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു എന്ന് പറയും. പക്ഷെ അങ്ങനെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം എന്ത് ചെയ്യും? ദൈവം അവിടെ അന്ധകാരത്തെ പ്രകാശമാക്കാൻ കഴിയുന്ന ദൈവമാണ് അല്ലേ? അവിടെ നമ്മളെ കുറേ പേര് ശത്രുക്കളുടെ ദൈവത്തിന്റെ ചക്രങ്ങളെ ദൈവം നോട്ടം അവിടെ പ്രയാസമാക്കി കൊടുത്തു, ചെങ്കടലെ വിഭാഗിച്ചു കൊടുത്തു. ഇസ്രായേൽ മക്കളും സന്തോഷത്തോടെ എന്ത് ചെയ്തു? അക്കരെ വളർന്നു. എത്ര ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം തന്നെയല്ലേ നമ്മുടെ കൂടെ എന്നുള്ളത്. പലപ്പോഴും നമ്മളിലേക്ക് അത് പഴയ നിയമത്തെ കാലത്ത് നടന്ന കാര്യം ഇന്നങ്ങനെ നടക്കുമെന്ന് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ച ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ആ ദൈവം തന്നെയാണ് ഇന്നും ഉള്ളത്. അല്ല അന്ന് ശക്തിയുള്ള ദൈവത്തിന്റെ ശക്തി ഓരോ കാലഘട്ടം കഴിയുമ്പോഴും കുറഞ്ഞു വരുന്ന ദൈവം അല്ല. ദൈവം അന്നും സർവശക്തനാണ്, ഇന്നും സർവശക്തനാണ്. ഞാൻ ജോർജ് മുള്ളറിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം പറയാം. ജോർജ് മുള്ളർ ഒരു ദിവസം കപ്പലിൽ, കേട്ടിട്ടുള്ളതായിരിക്കും, കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ക്യൂബക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോർജ് മുള്ളറിന് എത്തേണ്ടത്. അപ്പം ജോർജ് മുള്ളർ ആ ക്യാപ്റ്റനോട് എന്ന് പറഞ്ഞു, എനിക്ക് ശനിയാഴ്ച ആകുമ്പോഴേക്കും ഈ ക്യൂബക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണമെന്ന് പറഞ്ഞു. ക്യാപ്റ്റൻ പറഞ്ഞു, നടക്കാൻ പോകുന്ന കാര്യം നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല, കാരണം പുറത്ത് ഭയങ്കര മൂടൽമഞ്ഞാണ്, ഒരു കാരണവശാലും ശനിയാഴ്ച എത്താനായിട്ട് കഴിയില്ലെന്ന് പറഞ്ഞു. ജോർജ് മുള്ളർ പറഞ്ഞില്ല, ദൈവം എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ച് തരുമെന്ന് പറഞ്ഞു. ആ ജോർജ് മുള്ളർ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പോയി ഒരു സമയം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് മനുഷ്യരും കൂടെ മുറിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. ആദ്യം ജോർജ് മുള്ളറാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന പറ്റി പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഒരു കൊച്ചു കുട്ടി പ്രാർത്ഥിക്കുന്ന പോലെ എന്ത് ചെയ്തു? ജോർജ് മുള്ളർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നിന്റെ ഹിതമാണെങ്കിൽ ഈ മൂടൽമഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് എനിക്ക് മാറ്റിത്തന്നെന്ന് പറഞ്ഞു. എന്നൊക്കെയാണ് വിശ്വാസം. ക്യാപ്റ്റൻ എന്താ പറഞ്ഞ് ഒരിക്കലും മാറാൻ പോകുന്നില്ല, എത്താൻ പോകുന്നില്ല പറഞ്ഞു. ജോർജ് മുള്ളർ എന്താ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നേ? 5 മിനിറ്റും കൊണ്ട് എനിക്ക് മൂടൽമഞ്ഞ് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ജോർജ് മുള്ളർ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ശനിയാഴ്ച ക്യൂബക്കിൽ ശുശ്രൂഷ തന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമില്ല അല്ലേ, ഞാൻ നിവർത്തിക്ക് നിന്റെ ഹിതമെങ്കിൽ എനിക്കിത് മാറ്റി തന്നെ പ്രാർത്ഥിക്കാവുള്ളൂ, ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോർജ് മുള്ളർ പ്രാർത്ഥിച്ചു. അവസാനം ഈ ക്യാപ്റ്റനും പറഞ്ഞു, ഞാനിവിടെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. ജോർജ് പറഞ്ഞു, വേണ്ട, നീ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? നിനക്ക് വിശ്വാസമില്ല, നീ ഇല്ലെന്നല്ലേ ആദ്യമേ പറഞ്ഞത്, നീ എന്തിനാ ഇനി പ്രാർത്ഥിക്കാൻ വരുന്നത്? എന്റെ പ്രാർത്ഥന കേട്ടിട്ട് പ്രാർത്ഥിക്കാനൊന്നും വരണ്ട, പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചില്ല. എന്നിട്ട് അത് പറഞ്ഞു, കഴിഞ്ഞ 47 വർഷമായിട്ട് എനിക്കെൻ്റെ ദൈവത്തെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ചെന്ന് കഥ തുറന്നു നോക്കിയപ്പോൾ മൂടൽമഞ്ഞ് അവിടെ മാറിയിരിക്കുന്നു. ഞാൻ പറയാം, ചെങ്കടലിൽ ഭാഗിച്ച ദൈവം ഇന്നും പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ലേ? തീർച്ചയായിട്ടും കഴിയും. നമ്മൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും അത് നടക്കാത്തത്. ജോർജ് മുള്ളർ പറഞ്ഞ വലിയൊരു പ്രസ്താവനയുണ്ട്. My eye is not on the density of the fog, but on the living God who controls every circumstances of my life. എൻ്റെ കണ്ണുകൾ മൂടൽമഞ്ഞിൻ്റെ ആ ഘനത്തിലല്ല ഇരിക്കുന്നത്, എൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിലാണ് എൻ്റെ കണ്ണുകൾ ഇരിക്കുന്നത്. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ മൂടൽമഞ്ഞിനെ നോക്കി ഇങ്ങനെ ഇരിക്കും അല്ലേ? നമ്മൾ ദൈവ സർവശക്തിയിലും ഒന്നും നമുക്കെല്ലാം തിയറി അറിയാം അല്ലേ? ദൂരദേശ ക്ലാസ്സുകളെല്ലാം കേട്ട് നമുക്കെല്ലാം അറിയാം. പക്ഷെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ നടന്ന് നമ്മൾ ഈ മൂടൽമഞ്ഞിൻ്റെ മേലെ ഇങ്ങനെ നോക്കി ഇരിക്കും. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു വിശ്വാസം, എൻ്റെ ദൈവം സർവശക്തനായിട്ടുള്ള ദൈവമാണ്, എൻ്റെ ദൈവത്തിനെ വിടുവിക്കാനായിട്ട് കഴിയുന്ന വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ നടന്നൊരു ഉദാഹരണം പറയാം. അത് ഞാൻ പറയണോ വേണ്ടത് ഇങ്ങനെ കുറേ പ്രാവശ്യം ആലോചിക്കാനും വിശ്വസിക്കുമെന്ന് എനിക്കൊരു സംശയം പറഞ്ഞത്. ചിലപ്പോൾ കേട്ടോ ഇത്ര നിസ്സാര കാര്യമാണെന്ന് തോന്നിയേക്കാം, പക്ഷെ എന്താ നടന്ന സംഭവമായോട് ഞാൻ പറയാം. ഒരിക്കലും ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പം അത് മലയാളീസ് അല്ല, ഫോറിനേഴ്സ്, 2 സഹോദരന്മാർ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്
വന്നു. ആ സമയത്ത് ഞാനൊന്ന് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. പക്ഷെ എങ്ങനെ ഉപ്പ് കൂടിപ്പോയി. ഞാനത് വീട്ടിലെല്ലാം കൊണ്ടെല്ലാം നമ്മൾ നല്ല ഉപ്പ് എങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞു. എനിക്കറിയാതെ ചിലപ്പോൾ നോക്കി, പക്ഷെ ഉപ്പൊന്നും പറയുന്നില്ല. എനിക്കിനി സമയമില്ല, വേറെ ഡിഷ് ഉണ്ടാക്കാൻ ഒന്നും എനിക്ക് സമയമില്ല. ഞാൻ ആ സമയത്ത് അനുഭവിച്ച ടെൻഷൻ, ഞാൻ ആ അടുക്കള വാതിൽ ദൈവം ഈ കാനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. ഇത് വെള്ളത്തെ ഒന്നും ആക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാക്കിയ സാധനത്തിൽ ഉപ്പ് എങ്ങനെയാണ് എനിക്കൊന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ധൈര്യത്തോടെ ഇത് കൊണ്ട് ടേബിളിൽ കൊണ്ടുവച്ചു. പക്ഷെ ആർക്കും ഉപ്പ് ഫീൽ ചെയ്തില്ല. എല്ലാവരും കഴിച്ചു. അവരോട് പറഞ്ഞു വളരെ നല്ലത് പറഞ്ഞു റെസിപ്പി അവർ വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്ക് അവിടെ ഉപ്പ് കുറച്ചതാണോ ഇനി അവരുടെ ടേസ്റ്റ് ദൈവം എന്തെങ്കിലും ചെയ്താണോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം അവിടെ അത് നടന്ന കാര്യം ഞാനത് പലരോടും ചോദിച്ചു, പറയാമോ ഇത് ഒന്നും ഇല്ല, പറ ദൈവം ചെയ്തതല്ലേ, ഏതായാലും പറയാൻ പറയാം. പക്ഷെ ദൈവം അവിടെ പ്രവർത്തിച്ച കാര്യമാണ്. ഞാൻ അന്ന് അനുഭവിച്ച ടെൻഷൻ ഇപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്. ആ അടുക്കളയുടെ സൈഡിൽ അവിടെ പോയില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ ഒരു മാർഗ്ഗവും ഇല്ല. നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ എന്തെങ്കിലും പറയാം, ഇത് അവരെ വെച്ച് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ ഇത്ര ഇപ്പുള്ള സാധനം കൊടുത്താൽ എന്ത് ചെയ്യും. പക്ഷെ ദൈവം അവിടെ നമ്മുടെ നിസ്സാര കാര്യം അല്ലേ, ഇത് നോക്കുമ്പോൾ വലിയ കാര്യം ചെറിയ ടെൻഷനില്ലാത്തൊരു കാണാം. ടെൻഷൻ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ടെൻഷനായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്തു, ദൈവം അവിടെ അതുപോലെ നമ്മൾ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും, ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയാൻ ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ മൂടൽമഞ്ഞിനെ നോക്കി ഇരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും. നടക്കാൻ പോകുന്നൊന്നും ഇല്ല, പിന്നെ ഈ സർവശക്തനായതുകൊണ്ട് ഞാനങ്ങ് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ദൈവം പറഞ്ഞ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ലെങ്കിൽ ഞാനും ചെയ്യാനായിട്ട് പോകുന്നില്ലെന്ന് പലപ്പോഴും. അപ്പം ആ ഒരു അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വിശ്വസിക്കുക. എൻ്റെ ദൈവം സർവശക്തനാണ്, ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ നമുക്ക് ജീവിത പ്രശ്നങ്ങൾ എന്ത് ചെയ്യാനായിട്ട് കഴിയും, മുന്നോട്ട് ഫേസ് ചെയ്ത് പോകാനായിട്ട് കഴിയും. മൂന്നാമത്തെ പോയിന്റ്, ദൈവത്തിൻ്റെ സർവ്വ അധികാരത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സർവ്വ അധികാരത്തിൽ വിശ്വസിക്കുക. എന്താ ദൈവത്തിൻ്റെ സർവ്വാധികാരത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലേ, നമ്മുടെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടേറിയതാണ്, നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നൊക്കെ വന്നാലും നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഈ സാഹചര്യങ്ങളുടെ അധികാരമുള്ളത് നമ്മുടെ ദൈവമാണ്. ഈ സാഹചര്യം അനുഭവിച്ചതാരാണ്, ദൈവമാണ്. ഈ സാഹചര്യ ജീവിതത്തിൽ അനുഭവിച്ചെന്നുള്ള പൂർണ്ണ ഒരു വിശ്വാസവും ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ നേരിടാനായിട്ട് നമുക്ക് കഴിയും. വിലാപങ്ങൾ 3:37. വിലാപങ്ങൾ 3:37. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. അല്ലേ, നമ്മൾ ഒത്തിരി കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇത് കർത്താവ് കൽപ്പിച്ചല്ലാതെ ഒരു കാര്യം നമ്മുടെ ജീവിതം നടക്കത്തില്ല. അല്ലേ, അപ്പം നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നമ്മൾ മനുഷ്യരാണ്, ഭയപ്പെട്ട് പോകും. പക്ഷെ ദൈവം പറയും, ഞാൻ കൽപ്പിച്ചല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പോലും നടന്നിട്ട് ഒരു കാലുവേദന വന്നാൽ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, മാരക രോഗങ്ങൾ വന്നാൽ, ഇതെല്ലാം ആര് കൽപ്പിച്ചതായിട്ടാണ്? ദൈവം കൽപ്പിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദാനിയേൽ 4:35. അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. ദൈവം ഒരു കൈ ചെയ്തിട്ടില്ല. നമ്മൾ ചില പിള്ളേരെ ചിലപ്പോൾ കടിക്കാൻ പിടിക്കും അല്ലേ, പക്ഷെ നമുക്ക് ദൈവത്തിന് കൈ പിടിച്ച് മാറ്റി ഇത് ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ആർക്കും കൈ തടുക്കാൻ പറ്റത്തില്ല. നീ ഇതെന്തിനാ ചെയ്തേ, അല്ലേ, ആരധികാരം തന്നെ ചെയ്യാനായിട്ട് എൻ്റെ ജീവിതത്തിൽ നമുക്ക് ചോദിക്കാനായിട്ട് അതിനുള്ള അവകാശമില്ല. കാരണം ദൈവം സർവ്വാധികാരിയാണ്. നമ്മുടെ ജീവിതത്തെ സൃഷ്ടിച്ച ദൈവത്തിന് എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ട്. നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തനങ്ങൾ 115:3. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ള ഒക്കെയും അത് ചെയ്യുന്നു. നമ്മുടെ സ്വർഗത്തിലുള്ള ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ നിന്ന് ചെയ്യും. മിണ്ടാതെ ഇരുന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളത് നേരിടുക എന്നുള്ളതാണ് നമ്മുടെ ദൈവത്തെ ഉത്തരവാദിത്തം. അല്ല ദൈവത്തിൻ്റെ കൈ തടുക്കാനോ ഇതെന്താണെന്ന് ചോദിക്കാനൊന്നും നമുക്ക് ദൈവം അനുവാദം തന്നിട്ടില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമുക്ക് ഒത്തിരി ആശ്വാസം എടുക്കാനുണ്ട്. ഞാൻ ഈ കഷ്ടങ്ങൾ കടന്നു പോകുന്നു, ആര് കണ്ടുകൊണ്ടിരിക്കുക? ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്ന് നമ്മളെ രക്ഷിച്ച കർത്താവ്, അത്രയും സ്നേഹം നമ്മോട് കാണിച്ച കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞിട്ടായിരുന്നു നടന്നത്. അപ്പം ദൈവം എന്ത് ചെയ്യും? ദൈവം സഹിക്കാനുള്ള കൃപ തരുന്നുള്ള ആ സർവ്വാധികാരത്തിൽ നമ്മൾ വിശ്വസിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാനായിട്ട് ഇടയാകും. ബൈബിളിൽ ഈ സർവ്വാധികാരത്തിൽ വിശ്വസിച്ച് ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. അല്ലേ, ജോസഫിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ജോസഫ് ഈ സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം ജോസഫ് വളരെ സന്തോഷത്തോടെ അപ്പൻ്റെ ഏറ്റവും പെറ്റായിട്ട് അല്ലെങ്കിൽ പൊന്നുമോനായിട്ട് ഇങ്ങനെ ജീവിച്ച് വളർന്ന വ്യക്തിയാണ്. അല്ലേ, അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് ജോസഫിന്റെ അപ്പം പറഞ്ഞു ചേട്ടന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് വരാനായിട്ട് പോകുന്നു. ഒരു സുഖാനുഭവങ്ങളും സംഭവിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ ആ സന്തോഷത്തോടെ ജോസഫ് അങ്ങോട്ട് പോവുകയാണ്. പക്ഷെ എന്താ നടന്നത്? ജോസഫ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുന്നു. എന്താ ചെയ്തത്? ഈ ചേട്ടന്മാർ പിടിച്ച് ജോസഫിനെ പൊട്ടക്കുഴിയിൽ ഇട്ടു. അവിടെ നിന്ന് തുടങ്ങിയാണ് ജോസഫിന്റെ കഷ്ടകാലം. നോക്കി, ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാത്ത സമയം ജോസഫ് പൊട്ടക്കുഴിയിൽ കൊണ്ടിട്ടു. പിന്നീട് എന്ത് ചെയ്തു?
ഇസ്മായിലിയാർക്ക് അവിടെ നിന്ന് വിറ്റു, അതൊരു കഷ്ടത അല്ലേ. അവൻ പോത്തിഫറിന് അവിടെ ചെല്ലുന്നു അല്ലേ, അറിയാത്ത ദേശത്ത് അറിയാത്ത സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ചെന്നിട്ടോ തെറ്റായിട്ട് ആരോപണം സഹിക്കേണ്ടതായിട്ട് വന്നു, അത് ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് വീട്ടിൽ സുഖമായിട്ട് കഴിഞ്ഞ ആളിപ്പോൾ എവിടെ കിടക്കുന്നേ? ജയിലില് അല്ലേ. അവസാനം പക്ഷെ എന്തായി? മുസ്ലിം ദേശത്തിന്റെ മേലാധികാരി ആക്കി വന്നു. നമുക്കറിയാം ഈ ഇത്രയും കാലഘട്ടത്തിൽ ജോസഫ് മുമ്പോട്ട് പോയി ജോസഫ് അങ്ങനെ കുറുകുറുക്കുന്ന എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ജോസഫ് ഈ സമയത്തൊന്നും ജോസഫ് ദൈവത്തെ ചോദ്യം ചെയ്യുകയോ ചേട്ടന്മാരെ പറയുകയോ ഒന്നും ചെയ്യുന്നത് കാണാനായിട്ട് കഴിയുന്നില്ല. മാത്രമല്ല ജോസഫ് നല്ലൊരു ചാൻസ് കിട്ടി. വൈരാഗ്യം കാണിക്കണമെങ്കിൽ ജോസഫ് വൈരാഗ്യം കാണിക്കാൻ പറ്റില്ല. ജോസഫ് മനസ്സിലാക്കി വേണം, എൻ്റെ ദൈവം സർവാധികാരിയാണ്. ജോസഫ് പറഞ്ഞ സെന്റൻസ് എന്താ? ഇതൊരു പ്രസ്താവനയാണ്. ഉൽപ്പത്തി 50:20. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. കണ്ടോ, എന്തൊരു വലിയ പ്രസ്താവനയാണ്. എന്ന് ജോസഫ് മനസ്സിലാക്കി, എൻ്റെ ദൈവം സർവാധികാരിയാണ് അല്ലേ. നിങ്ങൾ ദോഷത്തിനായിട്ട് വിചാരിച്ചു, പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അവനൊക്കെ വിചാരിച്ചത്. പക്ഷെ അവർ പേടിച്ച് നിൽക്കും അല്ലേ, ഇപ്പം എന്തെങ്കിലും ചെയ്തു. പക്ഷെ ദൈവം അത് ഗുണമാക്കി തീർത്തു. ഉൽപ്പത്തി 45:8. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. ഉണ്ടോ? നിങ്ങൾ എന്നെ പൊട്ടക്കുഴി ഇട്ടതുകൊണ്ടൊന്നുമല്ല ഞാനിവിടെ എത്തിയത്, ദൈവമാണ് എന്നെ ഇവിടെ അയച്ചത്. അങ്ങനെ ഒരു സെൻറ്റൻസ് ജോസഫിന് പറയാൻ കഴിയണമെങ്കിൽ ജോസഫ് എന്ത് വിശ്വസിച്ച് കാണും? ദൈവം സർവാധികാരിയാണ്. അപ്പം നമ്മുടെ ദോഷത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരോട് നമുക്കൊരു ചാൻസ് കിട്ടി അവളെന്ത് പറയും അല്ലേ? നല്ലൊരു അവസരം. എന്താണോ ഞാൻ ഒക്കെ ചെയ്യും, പക്ഷെ ഒന്ന് കറക്കിയിട്ട് ഞാൻ അവരെ അല്ലേ അവർ മനസ്സിലാക്കണം. എന്നെ അവർ ദോഷത്തിനായിട്ട് ചെയ്ത് ഒന്ന് കാണിച്ചു കൊടുക്കണം, എൻ്റെ ജീവിതം കണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം സർവ്വകാലം വിശ്വസിക്കുന്ന അത് പറയും, ഇല്ല, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു അല്ലേ. ദൈവം സർവാധികാരിയാണ്. ദൈവം അനുവദിച്ചുകൊണ്ടാണ്, ഇവരെന്നെ ഉപയോഗിച്ചതുകൊണ്ടോ ഇവരെന്നെ നിന്ദിച്ചതുകൊണ്ടോ ഒന്നുമല്ല എനിക്കിത് വന്നത്. ദൈവം അനുവദിച്ചുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു. ദൈവം നന്മയ്ക്കാക്കി അത് തീർത്തു. യോബിന്റെ ജീവിതം നോക്കിയേ, വേറെ ഉദാഹരണമാണ് യോബ്. യോബിനറിയാം, യഹോവ തന്നെ യോബിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതാണ്. 1:8 വാക്യത്തില് എന്താ? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടവൻ. ഇങ്ങനെ ദൈവം തന്നെ ഒരാളെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് അങ്ങനെ നമ്മളെ പറ്റി ദൈവം തന്നെ പറയുവാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത് അല്ലെ? ഇത്രയും ദൈവം എന്നെ സ്നേഹിക്കുന്നു അല്ലേ. അപ്പൊ ദൈവം എനിക്ക് എല്ലാം പഴഞ്ഞവരാണെങ്കിൽ നന്മകളെ പറഞ്ഞല്ലേ, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ നിങ്ങൾ വലിയവനാക്കും മാതാപിതാക്കും ഒക്കെയാണ് പറഞ്ഞത് അല്ലേ. അപ്പം ദൈവം എന്നെ വലിയ അനുഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പൊതുവെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ യോബും ദൈവം എത്ര കഷ്ടതകൾ എന്താ അല്ലേ. അതുമല്ല, യോബ് എത്ര നീതിമാൻ, തന്റെ മക്കൾ പോലും പാപം ചെയ്യുമെന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി യാഗം കഴിച്ച വ്യക്തിയാണ് യോബ്. അപ്പൊ അത്രയും നന്നായിട്ട് ജീവിച്ച യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ, ഇവർക്കുള്ള എന്ത് കഷ്ടം ഒരാൾക്ക് വരാനുള്ളത് അല്ലേ. മക്കള് ഓരോന്നായിട്ട് മരിച്ച് വീഴുന്നു, മരുമക്കള്, കൊച്ചുമക്കള് അല്ലേ, സ്വത്തുക്കള്, മൃഗങ്ങൾ ചത്ത് വീഴുന്നു, വേലക്കാര് അല്ലേ. ഇനി അതെല്ലാം പോട്ടെ, എന്തെങ്കിലും ഒന്ന് മനസ്സിലൊന്നും സഹിക്കാന്ന് വിചാരിച്ചാലോ ശരീരത്തിന് പോലും അവിടെ ആ ശരീരം ചൊറിഞ്ഞ് ഇതുപോലുള്ളൊരു മനുഷ്യൻ എങ്ങനെ സഹിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും ദൈവത്തെ തള്ളിപ്പറയാനുള്ള എല്ലാ സാധ്യതയും. പക്ഷെ യോബ് പറഞ്ഞ സെന്റൻസ് എന്താ? 21. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോസഫ് പറഞ്ഞത്, ആകയാൽ നിങ്ങളല്ല, ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചത്. യോബ് എന്താ പറഞ്ഞത്? യഹോവ തന്നു, യഹോവ എടുത്തു. എന്ത് മനസ്സിലാക്കി യോബ്? എൻ്റെ ദൈവം സർവാധികാരിയാണ്. തരാനും ദൈവത്തിന് അധികാരമുണ്ട്, എടുക്കാനും ദൈവത്തിന് അധികാരമുണ്ട്. യോബ് മനസ്സിലാക്കിയത് കൊണ്ട് യോബ് എന്ത് ചെയ്തു? വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. നമുക്ക് പറ്റുമോ അല്ലേ? നമ്മുടെ മക്കൾ ഓരോരുത്തരും മരിച്ചു ഒരു നിമിഷം, അതാണ് ഇങ്ങനെ വലിയ വർഷങ്ങൾ കൊണ്ടല്ല, പെട്ടെന്ന് മരിച്ചു വീഴുന്നു, എല്ലാം നശിച്ചു പോകുന്നു, വീട് തീ വരുന്നു. ഓർന്ന് നോക്കിയേ, നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു ചെറിയ രോഗം, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുഞ്ഞിനല്ല ഭർത്താവിൻ്റെ രോഗം വന്ന് നമ്മൾ സഹിക്കുമോ അല്ലേ. നമ്മൾ എന്തുമാത്രം വേദന അനുഭവിക്കും നമ്മൾ അല്ലേ. ഇനി എന്താവും. പക്ഷെ യോബിനൊക്കെ എല്ലാം പോയി. അവസാനം എന്തെങ്കിലും സഹിക്കാന്ന് വിചാരിച്ച ആരോഗ്യവും പോയി. പക്ഷെ യോബ് എന്താ പറഞ്ഞത്? ദൈവം തന്നു, ദൈവം എടുത്തു. അതങ്ങനെ വെറുതെ പറയാൻ പറ്റത്തില്ല. എനിക്ക് പറയാൻ പറ്റും, നമ്മുടെ സാഹചര്യം വന്നത് എനിക്കറിയത്തില്ല. പക്ഷേ യോബ് അത് പറയാനായിട്ട് കഴിഞ്ഞു. വേറെ ഉദാഹരണമാണ് എസ്തർ. എസ്തർ ഈ സത്യം മനസ്സിലാക്കിയ ഒരാള് അല്ലേ. എസ്തർ രാജാവിന്റെ അടുത്ത് ചെന്ന് ജനത്തിന് വേണ്ടി അപേക്ഷിക്കണമെന്ന് മൊർദെഖായി പറഞ്ഞപ്പം എസ്തർ ആദ്യം ഒന്ന് പകച്ചു അല്ലേ. എന്താകും, രാജാവ് എൻ്റെ ജീവൻ നഷ്ടമാകുന്നൊക്കെ ഒന്ന് പകച്ചു. പക്ഷേ എസ്തർ പ്രാർത്ഥിച്ച് ധൈര്യം സംഭരിച്ച് എസ്തർ പോകുമ്പോൾ എസ്തർ പറഞ്ഞ പ്രസ്താവനയാണ് 5:16. നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ഞാൻ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. കണ്ടോ, ഭയപ്പെട്ട് പക്ഷെ പറഞ്ഞാൽ നശിക്കുന്നുവെങ്കിൽ നശിക്കണം. എന്താ? സർവാധികാരിയായിട്ടുള്ള ദൈവമാണ്. എന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം എന്നെ ഇവിടം വരെ ഉയർത്തിയെങ്കിൽ അല്ലേ, ഞാൻ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നശിക്കട്ടെ, എന്നാലും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും. എസ്തറും ഈ സത്യം മനസ്സിലാക്കിയ വ്യക്തിയാണ്. വേറെ ഉദാഹരണമാണ് ശദ്രക്, മേശക്, അബേദ്നെഗോ അല്ലേ. അവരെന്ത് തീരുമാനം എടുത്തു? വിഗ്രഹത്തിൽ ഞാൻ ഒരിക്കലും നമസ്കരിക്കൽ തീരുമാനം എടുത്തു. എന്നിട്ട് തീച്ചൂളം ഇട്ട് കളയുന്നു. തീച്ചൂളം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വേസ്റ്റ് എത്തിയുന്ന പോലെ എല്ലാം കുത്തിച്ച് കത്തിക്കുന്നതല്ല അല്ലേ. അതിൻ്റെ അടുത്തോട്ട് പോലും ചെല്ലാൻ കഴിയാതെ വന്ന അത്ര തീച്ചൂളയാണ്. ആ തീച്ചൂളം ഇട്ട് കളയെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്താ ഉത്തരം പറഞ്ഞത്? ദാനിയേൽ 3:17.
ഞങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ പെയ്ത തീച്ചുകളിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാദേവന്മാരെ സേവിക്കുകയില്ല. ഇതിന് വിടുവിക്കാൻ കഴിയും വിടുവിക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ദേവന്മാരെ സേവിക്കത്തില്ല. ഈ വിശ്വാസത്തിലുള്ള ഈ മനുഷ്യരെല്ലാം എന്തുകൊണ്ട് ഇത് സത്യം മനസ്സിലാക്കി അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവരെന്ത് മനസ്സിലാക്കി? ഞങ്ങളുടെ ദൈവം സർവാധികാരിയായിട്ടുള്ള ദൈവം. എന്നാൽ ശത്രുഘ്നേശ്വരൻ പറഞ്ഞാണ് ദൈവം വിടുവിക്കാൻ കഴിയും, അല്ലേ? കഴിയുമെങ്കിൽ നല്ല കാര്യം. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ പോലും ഞങ്ങൾ ദൈവത്തെ സേവിക്കുകയില്ല. നമ്മൾ ഇതിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ദൈവം സർവാധികാരിയാണ്, അല്ലേ? ദൈവം എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, അല്ലേ, എൻ്റെ ദൈവം സർവാധികാരിയാണ്. എനിക്ക് ജീവൻ തന്ന് എത്രയും വർഷം ഭൂമിയിൽ ജീവിക്കാൻ അനുഭവിച്ചതാരാ? ആ ദൈവമാണ്. ദൈവത്തിന് സുഖം മാത്രമല്ല, കഷ്ടങ്ങളും തരാനുള്ള അവകാശം ദൈവത്തിന് ഉണ്ട്. ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഇത് ദൈവം നീ അറിയാതല്ലോ വന്നത്, നീ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, എൻ്റെ കണ്ണുനീര് നീ കാണുന്നുണ്ടല്ലോ, അല്ലെ, എൻ്റെ വേദന നീ അറിയുന്നുണ്ടല്ലോ, എനിക്ക് ചുറ്റും എന്നെ സഹായിക്കാൻ ആരുമില്ല, പക്ഷെ എന്നാലും ദൈവം എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകും. ഞാൻ എൻ്റെ മൂന്നാമത്തെ മോൻ ഡെലിവറിയുടെ സമയത്ത് നടന്ന ഒരു സംഭവം പറയാം. ഞാൻ ക്യാൻസറിൻ്റെ രണ്ടാമത്തെ ഡെലിവറിയുടെ സമയത്ത് എനിക്ക് ലേബർ റൂമിൽ AC ആണല്ലോ, എനിക്ക് മസിൽ കയറും. അപ്പോൾ ക്യാൻസർ സമയത്ത് അങ്ങനെ പെയിൻ വശത്ത് എൻ്റെ 2 കാലിൽ മസിൽ കയറി എൻ്റെ 10 പേർക്ക് കോച്ചി പിടിച്ചു ആ സമയത്ത്. അപ്പം എനിക്ക് പെയിനല്ല, പക്ഷെ പെയിനേക്കാൾ എനിക്ക് വേദന ഈ മസിൽ കയറുന്നതും ഈ കൊച്ചു പിടിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പക്ഷെ നഴ്സുമാർക്ക് നല്ലതായിട്ട് അവർ ചൂട് വെച്ച് തന്നു, നല്ലതായിട്ട് അവർ കെയർ ചെയ്തു. അപ്പം ജോനിൻ്റെ മൂന്നാമത്തെ ഡെലിവറി ആയ സമയത്ത് എനിക്ക് ഭയങ്കര മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു പേടിയാണ്. ഇതിന് എന്താവും, ഇതുപോലെ സംഭവിക്കുന്ന ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ലേബർ കേൾക്കുന്ന സമയത്ത് സുൽജാൻ നഴ്സിനോട് പറഞ്ഞു, ഇങ്ങനെ കാലിലൊരു ബുദ്ധിമുട്ടുണ്ടോ, AC എടുത്ത് കിടത്തല്ലേ, ഒരു ബ്ലാങ്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു കുപ്പി മരുന്ന് കൊടുത്തു. എനിക്ക് അങ്ങനെയാണ് കയറിയാൽ വരുത്താനായിട്ട് ഒരു മരുന്ന്. എൻ്റെ മനസ്സിലെ ചിന്ത എന്താ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഈ പ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ ഉള്ളത്. അങ്ങനെ മരുന്നൊക്കെ കൊടുത്തു, അവിടെ കയറ്റി. പക്ഷേ ദൈവം സർവാധികാരിയാണ്. എനിക്ക് പെയിൻ 6:30 തുടങ്ങുന്നെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ AC 6:30 ഓഫ് ചെയ്യും. എൻ്റെ ഡെലിവറി 9:15 കഴിഞ്ഞെങ്കിൽ 10 മണിക്ക് അവിടെ AC ഓൺ ആക്കുന്നത്. അപ്പോൾ ദൈവമോട് ബോധിച്ചത്, ദൈവം എനിക്ക് പെയിൻ എപ്പോൾ വരുത്തണം, അവിടെ എപ്പോൾ AC ഓഫ് ചെയ്യണമെന്ന് ദൈവം പ്ലാൻ ചെയ്തു. അതനുസരിച്ച് എൻ്റെ പെയിൻ 6:30 തുടങ്ങി അവിടെ 6:00 AC ഓഫ് ചെയ്തു, 10 മണിക്ക് AC ഓൺ ആക്കും. 9:15 ഡെലിവറി അവിടെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടോട് അനുഭവിക്കേണ്ടതായിട്ട് അവിടെ വന്നില്ല. പക്ഷെ ഈ ദൈവം തന്നെയാണ് എന്ത്, രണ്ടാമത്തെ കേസിൽ എന്നെ ബുദ്ധിമുട്ട് കടത്തി വിട്ടതാരാ? ഈ ദൈവം തന്നെ. അങ്ങനെ ദൈവം പ്രവർത്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ദൈവം സർവാധികാരിയാണ്. അന്നേരം ഞാൻ വേദന അനുഭവിക്കണമായിരുന്നു, എങ്കിലും ഈ സാക്ഷിയോട് പറയാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലേ? ആ ടെൻഷൻ കൂടെ ഞാൻ കടന്നു പോകണമെങ്കിൽ അന്നേരം ഞാൻ ആ വേദന അനുഭവിക്കണമായിരുന്നു. അപ്പോൾ ചില സമയത്ത് ദൈവം എന്ത് ചെയ്യും, നമ്മളതിൽ കൂടെ നമ്മെ കടത്തി വിടും. പക്ഷേ ചില സമയത്ത് ദൈവം രക്ഷിച്ചെന്ന് വരും. ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഒരിക്കലും നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല, നമുക്ക് അതിനൊരു പെർമിഷൻ ഇല്ല. അങ്ങനെ ചോദ്യം ചെയ്താൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവം എന്ത് ചെയ്യും, കുറേ ശിക്ഷകളോടെ കുറേ നമുക്ക് അതിന് വേറെ എക്സാമ്പിൾസ് ഞാൻ പറയുന്നുണ്ട്, അല്ലേ? അതിലൂടെ വേറെ കുറേ പണിഷ്മെൻറ്റ്സ് കൂടെ നമുക്ക് തീർച്ചയായിട്ടും തരും. അപ്പം മിണ്ടാതിരുന്ന് ഈ സഹിക്കാൻ പറ്റുന്നതിലും നമ്മൾ എന്ത് ചെയ്യുക, കർത്താവെ സഹിക്കാൻ പറ്റുന്നില്ല പലതും പറയാൻ തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ മിണ്ടാതിരിക്കുന്നവർ മിണ്ടാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സേഫ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മളൊരു അബദ്ധം പറ്റാം. ചിലരെന്ത് ചെയ്യും, ഈ രണ്ടാമത്തെ പോയിന്റ് മാത്രം വിശ്വസിക്കും, മൂന്നാമത്തെ പോയിന്റ് അതിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യും, അത് വേറൊരു എനിക്ക് അറിയാവുന്നൊരു വ്യക്തിയുണ്ട്, ഈ രണ്ടാമത്തെ പോയിന്റ് ഭയങ്കര വിശ്വാസമാണ്, ദൈവം സർവശക്തനാണ്. അപ്പോൾ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ടിവിയിലൊക്കെ പല പ്രോഗ്രാംസും കാണുമല്ലോ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവങ്ങളുടെ ആഗ്രഹങ്ങളെ നടത്തിത്തരും, ദൈവം സർവശക്തനാണ്, അസുഖങ്ങളുടെ ഒരു കാര്യമില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ കുട്ടിക്ക് എന്ത് ചെയ്തു, അത് ഭയങ്കര വിശ്വാസം വന്നു. പക്ഷെ ഈ കുട്ടി മനസ്സിലൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഫുൾ ടൈം പ്രാർത്ഥന, കട്ടിലെ അവിടെ മുട്ടുകുത്തി നിന്ന് ഈ ബൈബിൾ ഉണർത്തി ഈ വാക്കുകളെല്ലാം വന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവം ചെയ്യിച്ചാൽ ദൈവം. പക്ഷെ ദൈവം ചെയ്തില്ല, ദൈവം പ്രവർത്തിച്ചില്ല. പക്ഷേ ഈ കുട്ടി ഡിപ്രഷനായിട്ട് വളരെ ഡിപ്രഷനായി, വളരെ ബുദ്ധിമുട്ടായി, ഇവൻ ആത്മഹത്യ ചെയ്യാമെന്ന് അതിനു വേണ്ടി വരെ ഇത് ഒരുങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു പോയിന്റ് മാത്രമായിട്ട് ദൈവം സർവശക്തനാണ് വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ പോയി പ്രശ്നങ്ങളെ നമ്മൾ പറയണം, ദൈവം സർവശക്തനായിട്ട് വിശ്വസിക്കണം. അതോടൊപ്പം നമ്മൾ എന്ത് വിശ്വസിക്കണം, ദൈവം സർവാധികാരിയാണ്, അല്ലേ? ദൈവം വിടുവിക്കുന്നു മാത്രം വിശ്വസിച്ചുകൊണ്ടിരിക്കില്ല, ദൈവം നിനക്ക് വിടുവിക്കാനായിട്ട് കഴിയും. ജോസഫ് എന്താ പ്രാർത്ഥിച്ചേ, നിന്റെ ഹിതമാണ് ഞാൻ അവിടെ പോകുന്നെങ്കിൽ എനിക്ക് ഈ മൂടൽ മഞ്ഞിനെ മാറ്റിത്തരണം. അപ്പം നിന്റെ ഹിതമാണ് എങ്കിൽ എന്ത് ചെയ്യണം,
ദൈവം നീ എനിക്ക് പ്രശ്നത്തെ പരിഹരിച്ച് തരണം, അല്ല എൻ്റെ വിധമല്ല ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വിധമെങ്കിൽ എന്ത് ചെയ്യണം, ഉള്ള കൃപ എനിക്ക് തരണം. പൗലോസ് അല്ലേ, പൗലോസിന് ഒരു ശൂലം കൊടുത്തുന്ന അല്ലേ, പൗലോസ് പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം ഉത്തരം കൊടുത്തോ? ഇല്ല. ദൈവം നിന്റെ കൃപ, എൻ്റെ കൃപ നിനക്ക് മതി. ദൈവം ചിലപ്പോൾ നമ്മളോട് പറയും എൻ്റെ കൃപ നിനക്ക് മതി, ഞാൻ ഉത്തരം തരാനായിട്ട് പോകുന്നില്ല, നീ എത്ര കരഞ്ഞാലും ഉത്തരം തരാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ ആ സർവാധികാരത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നത്തെ നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഈ രണ്ട് പ്രമാണങ്ങളും നമ്മൾ ഒരുപോലെ വിശ്വസിച്ച് അത് അങ്ങനെ മാത്രമേ നമുക്ക് പ്രശ്നത്തെ നോക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു പോയിന്റിനെ മാത്രം നമ്മൾ ദൈവം സർവാധികാരിയാണ്, ദൈവം ചെയ്യാനൊന്നും പോകുന്നില്ല, ദൈവം സർവാധികാരി ഇഷ്ടമുള്ളതേ ചെയ്യത്തുള്ളൂ, ഞാൻ ഇനിയിപ്പോൾ എത്ര ബാധിച്ചാലും ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അത് നടക്കാൻ പോകുന്നുള്ളൂ, അവിടെ ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിച്ചാലും നിരാശ തോന്നും, തിരിച്ചിങ്ങനെ വിശ്വസിച്ചാലും നമുക്ക് നിരാശ തോന്നാനായിട്ട് ഇടവരും. എനിക്ക് പറയുന്നൊരു അമ്മച്ചി ചിലർ ടെൻഷൻ അടിക്കുന്ന ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ആഗ്രഹപ്പെടാനായിട്ട്. അമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു, ടെൻഷൻ അടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല, അത് തോന്നുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ടെൻഷൻ അടിക്കാനില്ല, അത് അടിച്ചില്ലെങ്കിൽ എൻ്റെ ഉറക്കം വരത്തില്ല രാത്രിയിൽ. അപ്പം അങ്ങനെ സ്റ്റേജിലോട്ട് നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വെച്ചാൽ അങ്ങനെ സ്റ്റേജ് വരും. അതാ ഈ ടെൻഷൻ അടിച്ചടിച്ചടിച്ച് ടെൻഷൻ അടിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇത് നടന്ന സംഭവം ചുമ്മാ പറഞ്ഞതല്ല. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു അങ്ങനെ, അമ്മച്ചി ഭർത്താവ് മരിച്ചുപോയി, അമ്മച്ചി മക്കളൊക്കെ പുറത്താണ്, ഈ അമ്മച്ചി തന്നെയാണ് താമസിക്കുന്ന വീട്ടില്. അമ്മച്ചിക്ക് എപ്പോഴും ചെറിയ കാര്യം ടെൻഷനാണ്, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിനെ ഒരു നെഗറ്റീവായിട്ട് കാണത്തുള്ളൂ. അപ്പം അമ്മച്ചി പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ട് ഒരു സുഖവുമില്ല മോളെ, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ പോകുന്ന എപ്പോഴാണ്, ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കാതെ പോകുമ്പോഴാണ്. ഇനി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ പ്രശ്നങ്ങളെ മാത്രം നോക്കിയാൽ, ഞാൻ അത് എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു, ഇനി അങ്ങനെ നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് പ്രശ്നങ്ങളെ മാത്രം നോക്കിയാൽ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള ചില പാപങ്ങളെ പറ്റി ഞാൻ പറയാം. ഒന്നാമത്തെ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ, ദൈവത്തെ മാറ്റി നിർത്തി നാം ദൈവഹിതത്തിനെതിരായിട്ട് നമ്മുടെ പ്ലാൻസ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മുമ്പോട്ട് പോകും. ദൈവഹിതത്തിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ പ്ലാൻസ് ഉണ്ടാക്കി മുമ്പോട്ട് പോകും. ആരായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉദാഹരണം? അബ്രഹാമിന്റെ ഉദാഹരണം അല്ലേ? അബ്രഹാം അല്ലേ, അബ്രഹാം എന്താണ്, അബ്രഹാമിന് മക്കളില്ലായിരുന്നു അല്ലേ, സാറയ്ക്കും അത് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഹാഗാറിന് അല്ല 15 അധ്യായത്തില് ദൈവം എന്താ പറഞ്ഞേ, ദൈവം പറഞ്ഞുകൊണ്ട് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകുമെന്ന് പറഞ്ഞു അല്ലേ. എന്ന് പറഞ്ഞേക്കേ ഒരു മോൻ പോലും അത് സമയത്ത് പറയാം നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകുന്നത്. എങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞത്? അതുമല്ല, പ്രായമൊക്കെ കഴിയുകയും ചെയ്ത് വയസ്സായി, അന്നേരം പറയാണ് ഇനി എന്ന് ഈ ആകാശ നക്ഷത്രങ്ങളെ പോലെ സന്തതി ആകാൻ ചിന്തിക്കാനല്ലേ. നോർമൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും അല്ലേ. പക്ഷേ അബ്രഹാം എന്താ, അബ്രഹാം അവിടെ വിശ്വസിച്ചു. അബ്രഹാമിന് വിശ്വാസമുണ്ട്, ദൈവം അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ ഭാര്യ സാറയ്ക്ക് അത്ര വിശ്വാസം പോരായിരുന്നു അല്ലേ. സാറ 15 അധ്യായപ്പോഴത്തേനും സാറയ്ക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് സാറ പറഞ്ഞു നോക്കിയിരുന്നാൽ മതി അല്ലേ, ദൈവം ഇനി പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ പ്രായം ഇത്രയൊക്കെ ആയി എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ സാറ എന്ത് ചെയ്തു, ഒരു പുതിയ പ്ലാനൊക്കെ സ്വന്തം ഭർത്താവിന് വരഞ്ഞു കൊടുത്തു അല്ലേ. ഹാഗാറിനെ ഞങ്ങൾ ഭാര്യയായിട്ട് എടുക്കും അല്ലേ, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അബ്രഹാം അത് കേട്ട് എന്ത് ചെയ്തു, ഹാഗാറിനെ ഭാര്യയാക്കി എടുത്തു, ഒരു കുഞ്ഞുണ്ടായി, ഇസ്മായിൽ എന്നൊരു മോന് ഉണ്ടായി. നമുക്കറിയാം അല്ലേ, ഇന്നും എന്തുമാത്രം പ്രശ്നങ്ങൾ അല്ലേ അതുപോലും എല്ലാവരും അനുഭവിക്കുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ദൈവത്തിന്റെ പ്ലാനിനെതിരെ, ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ നമ്മൾ എന്താ അത് മുഖത്തേക്ക് നോക്കാതെ അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുന്നത്, നമ്മൾ നമ്മുടേതായ രീതിയിൽ പല പ്ലാനുകളും ഉണ്ടാക്കി മുമ്പോട്ട് പോകും. പക്ഷെ റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടിയാണ് മകനെ കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിച്ചത്, ദൈവം റിസൾട്ട് കൊടുത്തു. ദൈവം റിസൾട്ട് തടയത്തൊന്നുമില്ല, ദൈവം റിസൾട്ട് കൊടുത്തു, കുഞ്ഞിനെ കൊടുത്തു. പക്ഷെ അതിൻ്റെ കൂടെ ദൈവം എന്ത് ചെയ്തു, വേറെ കുറെ പ്രശ്നങ്ങളും ദൈവം കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും വിവാഹം നടക്കുന്നില്ല, എത്ര നാളെ നോക്കി വിവാഹം നടക്കാൻ നോക്കി പിന്നെ അവിശ്വാസിയും പോയെന്ന് വിവാഹം കഴിച്ചേക്കാന്ന് പറയും. അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, ജോലി കിട്ടാതെ നമ്മൾ വലിയ മീറ്റിങ്ങിന് മുടങ്ങാത്ത അല്ലെങ്കിൽ മീറ്റിങ്ങിന് പോകാൻ പറ്റും ജോലിയൊക്കെ നോക്കിയിരുന്നു എത്ര വർഷമായിട്ടും കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, ദൈവം നമ്മുടെ ആവശ്യം നടത്തുന്നത് വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ ജോലി പോയി എടുക്കും. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ തെറ്റായ സ്ഥലത്ത് പോയി, സഭയില്ലാത്ത ഒരു സ്ഥലത്ത് പോയി അഡ്മിഷൻ എടുക്കും. അഡ്മിഷൻ കിട്ടും, ജോലി കിട്ടും, പക്ഷെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, മക്കൾ പെരുമാറ്റത്തിൽ പോയെന്ന് വരും, അല്ലെങ്കിൽ വേറെ വലിയ വലിയ ദോഷങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയുണ്ട്. അപ്പം ദൈവത്താൽ ഒരു കാര്യം അസാധ്യമല്ലെന്നുള്ള കാര്യം ആര് മറന്നുപോയി, സാറ അവിടെ മറക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സദൃശവാക്യങ്ങൾ 14:25 ഒരു വാക്യമുണ്ട്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്രേ.
ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെ അവസാനം എന്തായിരിക്കും? ചിലപ്പോൾ നമ്മൾ ഒത്തിരി അതിനുള്ള എക്സ്ക്യൂസസ് നമ്മൾ കണ്ടു. ബൈബിളിൽ നിന്ന് നമ്മൾ എക്സ്ക്യൂസ് നമ്മൾ കണ്ടെത്തും. വാക്യങ്ങൾ നമ്മൾ ഉദ്ധരിക്കും. അല്ല അവിടെ സഭയുണ്ട്, ഞങ്ങളിങ്ങനെ 3-4 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ പൊക്കോളാം, അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓൺലൈനിലെ മീറ്റിംഗ് അല്ല, അപ്പോൾ അത് അവിടെ നിന്ന് കേട്ടാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ ഒരു 2-3 ആഴ്ച 2 മാസമൊക്കെ നമ്മൾ 3 മണിക്കൂർ യാത്ര ചെയ്തൊക്കെ നമ്മൾ സഭയിലൊക്കെ നമ്മൾ ചിലപ്പം പോയെന്ന് വരും. പക്ഷേ പിന്നെ അത് പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളറിയാതെ പതുക്കെ പിന്മാറ്റത്തിലേക്ക് നമ്മൾ പോകും. നമ്മുടെ തലമുറകൾ അതുപോലെ നശിക്കാനായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ ഒരു വഴി നമുക്ക് ചൊവ്വായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അല്ലേ, നമുക്കറിയാം മറ്റേ നവോമിയുടെ കാര്യം അറിയാം, അല്ലേ? നവോമി പ്രശ്നം ഉണ്ടായപ്പോൾ എന്താ ചെയ്തത്? നവമി വിചാരിച്ചാണ് ക്ഷാമം ദൈവം സഹായിക്കുന്നു പറഞ്ഞിരുന്നാൽ ഈ ക്ഷാമത്തിൽപ്പെട്ട് നമ്മൾ നശിച്ചു പോകത്തേ ഉള്ളത്. നവോമി എന്ത് ചെയ്തു? തൻ്റെ ഭർത്താവിനെ സ്വാധീനിച്ച്, അല്ലേ, അവരെല്ലാം കൂട്ടി മോവാബ് ദേശത്ത് ഇരുന്നു. എന്താ സംഭവിച്ചത്? തൻ്റെ ഭർത്താവും മക്കളും ഒക്കെ നഷ്ടമായി. പക്ഷെ ദൈവം ആ നന്മയ്ക്കാക്കി തീർത്തു. ദൈവത്തിന് ദൈവം അവിടെ കൊടുത്തുകൊണ്ട് നന്മയ്ക്കാക്കി അത് തീർത്തു. പക്ഷെ അത് ആ വലിയ അപകടം സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. വേറൊരു പാവം ഞാൻ പറയാം, അനുസരണക്കേട്, അല്ലേ? നമ്മളങ്ങനെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാതെ പ്രശ്നങ്ങളെ മാത്രം നോക്കിയാൽ നമ്മൾ വലിയ അനുസരണക്കേട്, നേരിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളെ അങ്ങനെ തന്നെ നമ്മൾ അനുസരിക്കാതെ ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഉദാഹരണമാണ് ആരാ? മോശയോട് ദൈവം എന്താ പറഞ്ഞേ? അല്ലേ? സംഖ്യാപുസ്തകം 20:7-11 വരെയുള്ള അധ്യായങ്ങൾ നമുക്കറിയാം. മോശയോട് ദൈവം ഇസ്രായേൽ ഇങ്ങനെ വെള്ളമില്ല എന്ന് പ്രതികരിച്ച സമയത്ത് മോശയോട് ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞു? പാറയോട് കൽപ്പിക്കാനായിട്ട് പറഞ്ഞു, അല്ലേ? മോശ ദൈവസന്നിധിയിലൊക്കെ പോയി പറഞ്ഞു. ജനം പ്രശ്നം ഉണ്ടാക്കിയപ്പം മോശ ദൈവസന്നിധിയിൽ ചെന്ന് പ്രശ്നമൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ ജനത്തിന്റെ സമ്മർദ്ദം കൂടി. നമുക്ക് ഇത്രയും ജനം, 1-2 ആൾക്കാരല്ല, ഇത്രയും ജനം കിടന്ന് ഒരാളുടെ നേരെ കിടന്ന് തീർത്താൽ അത് സഹിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. നമ്മുടെ വീട്ടിൽ 2 മക്കൾ വഴക്കുണ്ടാക്കിയത് എന്തൊരു പാടല്ലേ? അപ്പൊ ഇത്രയും ജനം കിടന്ന് വഴക്കുണ്ടാക്കിയാൽ മോശയ്ക്ക്, അല്ലേ, നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിയാ, സാരമില്ല, പാവല്ലേ, നമ്മളങ്ങനെ ചിന്തിച്ചു. പക്ഷെ ദൈവം കണ്ടത് അങ്ങനെയല്ല. ദൈവം മോശയോട് കൽപ്പിക്കാൻ പറഞ്ഞു. മോശ എന്ത് ചെയ്തു? 2 പ്രാവശ്യം അവിടെ അടിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും. റിസൾട്ട് കിട്ടി, അവിടെ വെള്ളം കിട്ടി. അതേ റിസൾട്ട് ദൈവം തരും. അവിടെ മോശയോട് കൽപ്പിക്കാൻ മോശ ഡയറക്റ്റായിട്ട് അനുസരണക്കേട് കാണിച്ചു. അവിടെ റിസൾട്ട് കിട്ടി, വെള്ളം അവിടെ ലഭിച്ചു. പക്ഷെ മോശയ്ക്ക് എന്ത് നഷ്ടമായി? വലിയ അനുഗ്രഹം നഷ്ടമായി. ആ കനാൻദേശം ഇത്രയും വർഷം ഈ മക്കളെ നടത്തി കഷ്ടത എല്ലാം അനുഭവിച്ച് പാവം. എനിക്ക് എപ്പോഴും നോക്കുമ്പോൾ സങ്കടം തോന്നും. പാവം ഒന്ന് കയറാൻ പോലും പറ്റിയില്ല, അല്ലേ? മോനെ ക്ലീൻ ചെയ്ത് ഒന്ന് കേൾക്കാമോ? ദൈവമില്ലല്ലോ. അതായത് റിസൾട്ട് നമുക്ക് തരും. പക്ഷേ നമ്മൾ ആ അനുസരണക്കേട് പാപം കാണിച്ചുകൊണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുസരണക്കേട് കാണിച്ച യോനോട് എവിടെ പോകാനാണ് പറഞ്ഞേ? അല്ലേ? നിനവേക്ക് പോകാനായിട്ട് പറഞ്ഞു. യോന പക്ഷെ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു തർശീശിലേക്ക് പോകുന്നു കാണാനായിട്ട് സാധിക്കും. ടിക്കറ്റ് കിട്ടാതിരുന്നോ? ടിക്കറ്റ് കിട്ടി, നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടി, സമാധാനത്തോടുള്ള യാത്ര, അതൊക്കെ ദൈവം അനുവദിച്ചു. പക്ഷേ യോനയ്ക്ക് എന്താ? വലിയ മത്സ്യത്തിന് വയറ്റിൽ കിടക്കേണ്ടതായിട്ട് വന്നു, അല്ലേ? ഒന്ന് ഓർത്തേക്ക്, അതിനകത്ത് കിടന്ന്, അല്ലേ, ഈ കഷ്ടത എല്ലാം അനുഭവിച്ച് അവസാനം അവിടെ തന്നെ ചെന്ന് സുവിശേഷം പറയാനിടയായി കേട്ടോ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രാണങ്ങൾ നമ്മളുണ്ടാക്കി നമ്മൾ ഈ അനുസരണക്കേടെല്ലാം കാണിച്ച് എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടും, നമ്മൾ അറിയത്തില്ല. റിസൾട്ട് കിട്ടി നമ്മളിങ്ങനെ കുറേ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ തിക്തഫലങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകും. പക്ഷെ അത് നമുക്ക് അങ്ങനെ അതിൽ കടന്നു പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് വന്നാലും, എത്ര സമ്മർദ്ദം വന്നാലും എൻ്റെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു, അങ്ങനെ കുറച്ച് വിശ്വാസത്തോടെ പോയെങ്കിൽ മാത്രമേ അത് നേരിടാനായിട്ട് കഴിയത്തുള്ളൂ. 3-ാമത്തെ ഒരു പാപമാണ് കുറുകുറുപ്പ്. നമുക്കറിയാം ഇസ്രായേൽ മക്കള്, അല്ലേ? ഇസ്രായേൽ മക്കളുടെ ഒരു സ്വഭാവത്തിന്റെ അതൊരു സ്വഭാവമാണ്, അവരുടെ കൂടെയുള്ളൊരു സ്വഭാവമാണ് കുറുകുറുപ്പ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെന്ത് ചെയ്യും? അവർ എല്ലാം പറഞ്ഞിട്ട് കുറുകുറുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ദൈവത്തിന് വലിയ വിടുതലൊക്കെ ഇസ്രായേൽ മക്കൾ അനുഭവിച്ചു. അങ്ങനെ ആ തിക്തമായ സാഹചര്യങ്ങളൊക്കെ ദൈവം നടത്തി, അല്ലേ? ആഹാരത്തിന് ആഹാരം കൊടുത്തു, വെള്ളത്തിന് വെള്ളം കൊടുത്തു. ആ ചെങ്കടലിലൊക്കെ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ച് അവരെ ചെങ്കടലിലൊക്കെ നടത്തി. പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് എന്താ ഒരാഗ്രഹം വന്നു. എന്താ അവരാഗ്രഹിച്ചത്? അല്ലേ? ഇറച്ചി തിന്നണമെന്ന് ഒരാഗ്രഹം അവർക്ക് വന്നു, അല്ലേ? അങ്ങനെ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്താനായിട്ടൊന്നും അവർക്ക് അത് കഴിയത്തില്ല. സംഖ്യ 15 അധ്യായത്തിൽ നമുക്ക് കാണാം, ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ട് അവർ പുറവർക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവരെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ തന്നെ ഞങ്ങൾ മടുത്തു. എന്ന് ശരിയായി, എന്നും ദോശ കഴിച്ച് നടക്കത്തില്ലേ? എന്നും പുട്ട്, എന്നും ഉപ്മാവ്. നമ്മൾ ചിന്തിക്കുക, ദൈവം എന്തോ എന്നും സുശേഷവേലയ്ക്ക് ഇറങ്ങി, അന്ന് നമുക്ക് കഞ്ഞിയാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരില്ല, ഒരു ചിക്കനും ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഇവിടെ എന്നും ഒരു കഞ്ഞി ഒരു പയറുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും?
അല്ലെ? നാച്ചുറലി നമുക്ക് അങ്ങനെ ചിന്ത വരും അല്ലെ? എന്നും ഒരു മന്ന, ഈ മന്ന നിന്നും അവർ മടുത്തു. എന്നിട്ട് അവരെന്താ പറഞ്ഞെന്നറിയാം ദൈവത്തോട്? ഞങ്ങൾക്ക് തിന്ന ഇറച്ചി 6 തരും അല്ലേ? ദൈവത്തെ വെല്ലുവിളിക്കുക, ഈ ഇറച്ചി 6 തരും ഞങ്ങൾക്ക്. ദൈവത്തിന് വെല്ലുവിളിക്കുന്ന പോലാണ് ദൈവത്തോട് ചോദിച്ചത്. ഈ വെല്ലുവിളിച്ചാൽ ദൈവത്തിന് ഒരിക്കലും സ്നേഹിക്കാനായിട്ട് കഴിയത്തില്ല. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് അങ്ങനെ തോന്നിയത് നമ്മൾ മിണ്ടാതെ മൗനമായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇറച്ചി 6 തരും ദൈവത്തോട് ഒരു വെല്ലുവിളിക്കുന്ന ചോദ്യം ചോദിച്ചു. യഹോവ പറയാണ് 19-ാം വാക്യത്തില്, ഇറച്ചി 6 തരുന്നല്ലേ നിങ്ങളോട് ചോദിച്ചത്? യഹോവ പറയാണ്, 1 ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല. ദൈവം പറയും 1 മാസം മുഴുവൻ ഇറച്ചി തരും. ദൈവം നിങ്ങൾ 6 തരുന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ അത് ഇത്ര തരും. നിങ്ങൾക്ക് 1 ദിവസം 2 ദിവസം ഒന്നുമല്ല, 10 ദിവസം അല്ല, 1 മാസം നിങ്ങൾ ഇറച്ചി തിരിഞ്ഞു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അവിടെ കാടപക്ഷിയെ അവിടെ ഇറക്കി കൊടുത്തു. അത് 23-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചെടുക്കും മുമ്പേ യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഭരിച്ചു. എല്ലാം തോന്നുന്നു അല്ലേ? ഇറച്ചിയും തിന്നു, ജീവനും പോയി അല്ലെ? പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. നമ്മളിങ്ങനെ ദൈവത്തോട് പോയിട്ടും ദൈവം പ്രവർത്തിക്കുമോ? ദൈവം പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല, എനിക്കൊന്നും തരാൻ പോകുന്നില്ല അല്ലേ? എൻ്റെ കുടുംബം എന്നും ഇങ്ങനെ ആയിട്ട് എല്ലാവരും ഉയർന്നു പോകുന്നു, നിന്നെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് ദൈവം നീ ഉയർത്തുമോ? നീ ഒന്നും ഉയർത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പക്ഷെ സംഭവിക്കുന്ന എന്താ? ഇറച്ചി കൊടുത്തു. ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം നടത്തി തരും. പക്ഷേ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ചിലപ്പോൾ നമുക്ക് ഇറച്ചി പല്ലിടയിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? അവര് മരിച്ചു. പലപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്? പ്രശ്നങ്ങൾ വരുമ്പം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പിറുവിറുത്ത് അവസാനം നമ്മൾ എന്ത് ചെയ്യും? വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഞാൻ ദൈവത്തെ നോക്കി ഇറങ്ങിയിട്ട് എൻ്റെ മക്കൾ ഇങ്ങനെ ആയില്ല, ഞാൻ എത്ര അല്ലേ എന്നെ ലജ്ജിപ്പിച്ചില്ലേ, അല്ലെങ്കിൽ എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല ഒക്കെ പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പിറുവിറുക്കും. പക്ഷെ ആ പിറുവിറുത്തൊക്കെ നമുക്ക് ദോഷമായിട്ട് തിരിച്ചു. നമ്മളെന്ത് മനസ്സിലാക്കണം? ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സമയം ആയി കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നമ്മൾ അങ്ങനെ കാത്തിരുന്ന്. ഇവിടെ ഇസ്രായേലിനൊക്കെ എന്താ സംഭവിച്ചത്? അവർക്ക് ദൈവം അനുഭവിച്ച സാഹചര്യം ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. ഇവിടെ സംഭവിച്ച തെറ്റതാ. ദൈവം അനുഭവിച്ച ദൈവം ജീവിതത്തിൽ ഇറച്ചി ഞാൻ അനുഭവിച്ചില്ല, ദൈവം മന്നയെ കൊടുത്തു. പക്ഷെ ആ സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അനുവദിക്കും. നമുക്ക് മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇപ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ തോന്നില്ലേ? എല്ലാവരും പോകുന്നു. ഇപ്പം എല്ലാവരും വെക്കേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ത്യക്ക് പുറത്താണ് പോകുന്നല്ലേ? അപ്പം നമുക്കും തോന്നും എല്ലാവരും പോകുന്നു, അവിടെ കാര്യം കൂട്ടുകാരെല്ലാം പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുടുംബമായിട്ട് അവരെല്ലാവരും കറങ്ങാൻ പോകുന്നു. നമ്മളെന്നും എന്നും ഈ ബീച്ചിൽ പോയി അവിടെ പോയി ഇരിക്കും അല്ലേ? ചിലപ്പോൾ ചില നിസ്സാര കാര്യങ്ങളായിരിക്കും നമ്മൾ നിർത്താനായിട്ട് അനുവദിക്കുന്നത്. നമ്മളെന്ത് ചെയ്യും? നമ്മളപ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്നെ നടത്താൻ പോകുന്നു, എനിക്ക് അങ്ങനെ അവസ്ഥ ഒരിക്കലും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പക്ഷെ അങ്ങനെ പറയണ്ട. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ അടിക്കടി ഉണ്ടാകും. എനിക്ക് ഇതൊരു മോചനം ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. പക്ഷെ ആ സമയത്ത് ഇതുപോലെ നമ്മൾ പുറകെടുക്കാനായിട്ട് പാടില്ല, അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അതൊക്കെ ചെയ്താൽ എന്ത് പറ്റും? ദൈവം നമുക്ക് ആഗ്രഹങ്ങൾ നടത്തിത്തരും. പക്ഷെ വലിയ ദോഷം നമ്മളതിനായിട്ട് വലിയ കുഴിയിലേക്കൊക്കെ നമ്മൾ ചെന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. വേറൊരു പാവമാണ് ആകുലത അല്ലേ? നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പാവം ആകുക. ഇന്നേ വരെ ടെൻഷൻ അടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു വർഷത്തെ പറ്റി അങ്ങനെ ആകുലപ്പെടാത്ത ഞാൻ ഇഷ്ടംപോലെ ആകുലപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയില്ല ആകുലപ്പെടാത്ത ഞാൻ പെട്ടെന്ന് ക്ഷണിക്കുന്ന ഒരാളാണ്. പിന്നെ ശരിയാവും, കറങ്ങി ശരിയാവും. പക്ഷെ പെട്ടെന്നൊക്കെ ടെൻഷൻ അങ്ങ് ഈ ക്ലാസ്സിലൊക്കെ ഒന്ന് കേട്ടപ്പോൾ തന്നെ വന്നതെന്താ? ആദ്യമേ ടെൻഷനാണ് വന്നത്. അതുകൊണ്ടാണ് ആദ്യമേ ഒഴിവാക്കണമെന്ന് അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് പിന്നെ വരും. പക്ഷെ ആകുലിൻ്റെ ഒരു പാപമാണ്. ആകുലപ്പെടുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് അതല്ലേ ആകുലപ്പെടുന്ന നടത്തുന്നുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല, അതുകൊണ്ടല്ലേ ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ ആകുലത ഒരു പാപമാണ് അല്ലേ? ദൈവത്തിന്റെ കരുതലും സംരക്ഷണത്തിലൊന്നും നമുക്ക് ആശ്രയം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആകുലപ്പെടുന്നത് അല്ലേ? അതിന് ഉദാഹരണമാണ് ഏലിയാവ്. ഏലിയാവ് എത്ര വലിയ മനുഷ്യനല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു നമുക്കറിയാം. ആ ബാലിന്റെ പ്രവചന്മാരുടെ മുമ്പിലൊക്കെ എത്ര വെല്ലുവിളിച്ചിട്ടാണ് ആ വെള്ളമൊക്കെ ഒഴിച്ച് അല്ലെ വിറകിന്റെ പുറത്ത് തീയൊക്കെ കത്തിച്ചല്ലേ, ആകാശത്ത് തീ ഇറക്കി. അത് എത്ര വലിയ കാര്യങ്ങൾ ചെയ്ത ഏലിയാവാണ്. പക്ഷെ ഒരു നിമിഷം ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു സ്ത്രീ ഒരു വെല്ലുവിളിച്ചപ്പോഴത്തേന് ഏലിയാവിന്റെ എല്ലാ എന്താ പറയുക ആശ്രയവും എല്ലാം പോയി ഏലിയാവ് അവിടെ നിരാശപ്പെടുന്നത് കാണാനായിട്ട് കഴിയും. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഏലിയാവ് ചെയ്ത കാര്യങ്ങളൊക്കെ ആഹാബ് എന്ത് ചെയ്തു? ആഹാബ് ചെന്ന് അങ്ങനെ ഇസബേലിനോട് പറഞ്ഞപ്പം ഇസബേൽ പറഞ്ഞു, അവൻ അങ്ങനൊക്കെ ചെയ്തോ, എന്നാൽ എന്ത് ചെയ്യും? അവനെ ഞാനിപ്പം കൊല്ലുന്നു, ദൂതനെ അയച്ച് തന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഈ ശക്തനായിട്ടുള്ള ഏലിയാവിന്റെ ശക്തിയെല്ലാം പോയി, ദൈവത്തിലുള്ള ആശ്രയം എല്ലാം പോയി. ഏലിയാവ് നിരാശനായിട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 19-4 വാക്യത്തിൽ എന്താ പറയുന്നത്? താൻ മരുഭൂമിയിൽ ഒരു ചൂരച്ചിരിയുടെ തണലിരുന്ന് മരിപ്പാൻ ആഗ്രഹിക്കുന്നു. അവിടെ ചെന്ന് ഞാൻ മരിച്ചാൽ മതി, എനിക്ക് വയ്യ, ഈ സ്ത്രീയുടെ കൈകൊണ്ട്
ഞാൻ ചാകാനായിട്ട് അല്ലേ നാണം കേട്ടല്ലോ, ഒരു പുരുഷ സ്ത്രീയുടെ കൈ കൊണ്ട് ചാകുക എന്ന് പറഞ്ഞാൽ അല്ലേ ഭയങ്കര നാണം കേട്ടല്ലോ. ദൈവം പിടിച്ചപ്പം ദൈവമേ ഇസ്രയേൽ ഇപ്പം എന്നെ കൊല്ലും, ഞാൻ ഈ ഇത്രയും ചെയ്ത കാര്യങ്ങളെല്ലാം അല്ലേ ഒരു പേരില്ലാതെ പല ചിന്തകൾ കടന്നു പോയി കാണും, എനിക്ക് സ്ത്രീയുടെ കൈ കൊണ്ട് ചാകാനായിട്ട് വയ്യെന്ന് പറഞ്ഞ് മരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ കിടന്നൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവം സഹായിച്ചു, ഏരിയാവിനെ ദൈവം ശക്തിപ്പെടുത്തി അതിനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ വലിയ ആകുകൾ വരുമ്പോൾ അപ്പോൾ അവസാനം എന്ത് പോകും? ഡിപ്രഷനിലേക്ക് പോകും. ഡിപ്രഷനിലേക്ക് പോയി വരുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇയ്യോബ് 9:16 ഒരു വാക്യമുണ്ട്. ഇയ്യോബ് 9:16 ഞാൻ വിളിച്ചിട്ട് അവിടുന്ന് ഉത്തരം അരുളിയാലും എൻ്റെ അപേക്ഷ കേൾക്കും ഞാൻ വിശ്വസിക്കുകയില്ല. ദൈവം ഉത്തരം അരുളിയാലും എന്താ വിശ്വസിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം ഡിപ്രഷനിൽ പോയ ഒരാൾക്ക് ദൈവം മോളെ നീ പ്രവർത്തിച്ചു, ദൈവം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഇല്ല ഞാൻ വിശ്വസിക്കത്തില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവസാനം നമ്മൾ പോകും അല്ലേ. നമ്മൾ ഡിപ്രഷനിലേക്ക് അങ്ങ് പോയി ആകുലപ്പെടുകയും ജീവിതം ഇനി പോയി എൻ്റെ ആഗ്രഹം നടന്നിട്ടുണ്ടെന്ന് ദൈവം പറഞ്ഞ ആഗ്രഹം നിൽക്കാൻ നീ ആഗ്രഹം തന്നെന്ന് എന്നോട് പറയുന്നത് വിശ്വസിക്കത്തില്ല. പിന്നെന്ത് ചെയ്യും? ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ അവസാനം എത്തിച്ചേരും. അപ്പോൾ ആകുലപ്പെടുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണല്ലേ, ആകുല വർദ്ധിച്ച് എന്ത് ചെയ്യും? ഡിപ്രഷനിലേക്ക് ആ സ്റ്റേജിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുക, നമ്മുടെ പ്രയാസങ്ങളൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ പറയണം. നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ പോലും സ്ത്രീകൾ എന്ത് ചെയ്യും? അതുപെടുത്തും. ഈ ആകുല വന്നാലും നമുക്ക് പല രോഗങ്ങളും നമുക്കുണ്ടാകും. ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്ത് ചില പേഷ്യൻസ് വരും, ഒരസുഖമില്ല, പക്ഷെ എന്നും കൈവേനയും കാലുവേനയും. അപ്പം നമുക്കറിയാവുന്നില്ല, നമ്മളെന്ത് ചെയ്യും? ട്രീറ്റ്മെൻ്റ് ഒന്നുമല്ല, ചുമ്മാ വെറുതെ എന്തെങ്കിലും കേൾക്കുന്ന പോലെ കാണിക്കും. അവരുടെ അസുഖമെല്ലാം അപ്പോഴേ മാറി എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് രോഗമില്ല, പക്ഷേ ഈ ആകുല കാരണം അവർക്ക് രോഗമുണ്ടെന്ന് അങ്ങ് തോന്നുക. എപ്പോഴും കൈവേനയാണ്, കാലുവേന, നടുവേനയാണ്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് രോഗമായിട്ടല്ല, അവരുടെ ആകുല. അപ്പം നമ്മളെന്ത് ചെയ്യും? അവർ പറയാം ഒന്നും ചെയ്യേണ്ട, വെറുതെ ചുമ്മാ ഒന്നും ചെയ്യുന്നത് ഞാൻ കാണിച്ചാൽ മതി. ഫസ്റ്റ് 2 ദിവസം നോക്കുമ്പോഴേ അവരുടെ അസുഖമെല്ലാം മാറി, നല്ല വ്യത്യാസമുണ്ടെന്ന് പറയും. നമുക്കറിയാം നമ്മളൊന്നും ചെയ്തിട്ടെന്നുള്ള കാര്യം. അപ്പോൾ ചെറിയൊരു ആകുല പോലും വലിയ രോഗങ്ങൾക്ക് കാരണമാക്കി ഇതുണ്ട്. എനിക്കറിയാവുന്ന ഒരു ആൻറ്റി ഉണ്ട്, എനിക്കെന്നും ഈ ഗ്യാസിൻ്റെ പ്രശ്നം, അസിഡിറ്റി പ്രശ്നം. അപ്പം ആൻറ്റി ഡോക്ടറെ കാണുമ്പോൾ മരുന്ന് കഴിക്കും, പക്ഷേ അതൊന്നും മാറുന്നില്ല. അപ്പം ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ ആൻറ്റി ആലോചിച്ചെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പണമുണ്ട്, വിശ്വാസമില്ല കേട്ടോ, ആവശ്യത്തിന് പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മക്കളെല്ലാം നല്ല നിലയിലാണ്, ഒരു ആലോചനയൊന്നും കിട്ടുന്നില്ല. ഡോക്ടർ പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കി എന്തെങ്കിലും പ്രശ്നമായിട്ടൊന്നും ഉണ്ടാക്കുന്നതായിരുന്നു. ആലോചിച്ച് കണ്ടുപിടിച്ചെന്ന് അറിയാം, എനിക്ക് ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് വൃത്തിയോട് കണ്ടാലും അതൊന്നും സഹിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്തു? അത് ടെൻഷൻ അടിച്ചാണ് ഈ അസിഡിറ്റി മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ചിന്തിച്ച് ആലോചിച്ച് അവസാനം കണ്ടുപിടിച്ചു, ഈ വൃത്തിയോട് കാണുമ്പോൾ ഉള്ള ടെൻഷനാണ് എൻ്റെ രോഗത്തിന് കാരണം. അവസാനം ഡോക്ടർ അതൊക്കെ മാറ്റാൻ പറഞ്ഞു. മാറ്റി ഒരു മരുന്നും കഴിച്ചില്ല, അസുഖം മാറി. അപ്പോൾ ഞാൻ പറയും, ഈ ആകുല എന്ന് പറഞ്ഞ സാധനം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ജീവിതത്തിൻ്റെ ഫോണിലായിരിക്കും നമ്മൾ ഇങ്ങനെ ചൊറിഞ്ഞ് നമ്മൾ അറിയത്തില്ലായിരിക്കും, പക്ഷെ അതുപോലും വലിയ രോഗങ്ങളിലേക്ക് നമ്മളെ ആക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പല രോഗങ്ങളും വരുന്നത് ടെൻഷൻ കൊണ്ട് അല്ലേ. ഇതിപ്പോൾ ദൈവസന്നിധിയിൽ പോയി സമർപ്പിച്ചാൽ പല രോഗങ്ങൾക്കും നമുക്ക് ശമനം കിട്ടും. അപ്പം ആകുലപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനം ഇല്ലെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിച്ചേരാനായിട്ട് നമ്മൾ പാടില്ല. മോശ നമുക്കറിയാലേ, മോശ വലിയ ദേവദാസനായിരുന്നു. ഇതുപോലെ ഈ ജനം ഇറച്ചിക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയപ്പം മോശ എന്താ പറഞ്ഞത്? 14-15 ഏകനായി ഈ സർവ്വജനത്തെയും വധിക്കാൻ എനിക്ക് കഴിവില്ല. യഹോവയോട് പറയാണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ദയം വിചാരിച്ച് എന്നെ കൊന്നു കളയണമെന്ന്. പക്ഷെ പറയാം, എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് നിങ്ങൾക്ക് തീരുമാനമെങ്കിൽ എന്നെ ഞാൻ കൊന്നു വന്നേരും, എനിക്കിനി വയ്യ. ഇന്നത്തെ പിറുവിറുപ്പം കഷ്ടമല്ലല്ലേ, ഇത്രയും വർഷം പിറുവിറുപ്പം മുഴുവൻ കേട്ടത്, എത്ര നന്മ ചെയ്താലും പിറുവിറുപ്പേ ഉള്ളൂ. അവസാനം മോശം പറയാം, എൻ്റെ ദൈവത്തോട് പറയാം എന്നോട് ഇങ്ങനെ ചെയ്യാനാ ഭാവമെങ്കിൽ എന്നെ ഞങ്ങൾ കൊന്നു പറഞ്ഞേരെ. ഈ വലിയ വലിയ ദേവദാസന്മാരൊക്കെ ഇതിൽ കൂടെ കടന്നുപോയ വ്യക്തികളാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവരൊക്കെ ദൈവം സഹായിച്ച് അവരൊക്കെ വന്നെങ്കിലും ദൈവം എന്ത് ചെയ്തു? ഇല്ലേ, നിരാശപ്പെടേണ്ട, ദൈവം ഏലിയാവിനെ ഉയർത്തിയില്ലേ, മോശയെ ഉപയോഗിച്ചില്ലേ. അതുപോലെ നമ്മൾ ഈ പ്രശ്നം കൂടെ കടന്നു പോയാലും നമുക്ക് ദൈവം നമ്മൾ ഉയർത്താനായിട്ട് ദൈവത്തിന് നമുക്ക് കഴിയും. ഒരു കാര്യം ചെയ്ത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. നമുക്ക് ഐൻസ്റ്റൈൻസിൻ്റെ കാര്യം ഓർമ്മിക്കുക അല്ലേ. നമുക്ക് ജീവിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഒന്നൊക്കെ ഒരു അന്യദേശത്ത് അല്ലേ വന്ന് തൻ്റെ ഭർത്താവ് മക്കളായിട്ട് ജീവിക്കുന്നു, ശുശ്രൂഷകൾക്ക് ആൾക്കാർ എല്ലാ സേവനവും ചെയ്യുന്നു. ഒന്നൊക്കെ ഒരു പ്രതിഷ്ഠയ്ക്ക് കയറുന്ന സമയത്ത് ഒരുവരും അറിയുന്നു എൻ്റെ ഭർത്താവ് 2 മക്കളും മരിച്ചുപോയി. അതോ ഒരു നോർമൽ മരണമാണോ? തീക്കകത്ത് വെന്ത് മരിച്ചു. ആ ബോഡി ഒന്ന് കാണാൻ പോലും അല്ലേ, ആ ബോഡി ഒന്ന് കാണാൻ പോലും അവർക്ക് അവസരം ശരിക്കും ഒന്ന് കാണാൻ പറ്റുമോ? ഒന്നുമില്ല. നിങ്ങൾ അത് ഗാഡ്സ്റ്റൈൻസിനെ വിട, നമ്മുടെ സ്വന്തം ഭർത്താവ് 2 മക്കൾ അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. അവർ നമ്മളിവിടെ ഇരിക്കുന്നു, പെട്ടെന്നൊരു കോൾ വരുന്നു, അവർ 2 വേലയ്ക്കായിട്ട് പോയിക്കായിരുന്നു, 2 പേരും മരിച്ചു. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ബോഡി പോലും കാണാനായിട്ട് ഞങ്ങളുടെ സഭയിൽ സ്കിറ്റ് അവതരിപ്പിച്ചപ്പം കരയാത്ത ഒരാൾ പോലും ഇല്ലായിരുന്നു. എല്ലാവരുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരികയാണ്. കാരണം എന്താ? കാരണം അത് ചിന്തിച്ച് നോക്കിയൊന്ന്. പക്ഷേ ഗാഡ്സ്റ്റൈൻസ് എന്താ പറഞ്ഞത്? ക്ലാസ്സസ് അവർ പരാജയം കാണുന്നത് എന്താ പറഞ്ഞത്? ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ.
എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ പറയാനായിട്ട് കഴിയുന്നത്? ഒരു അന്യദേശത്ത് അല്ലേ, അവസാനം എന്താ, താനും തന്റെ മകളും മാത്രമേ ഉള്ളൂ അല്ലേ, ഇനി എന്ത് ചെയ്യും? കാരണം എന്തെല്ലാം ചോദ്യം ചോദിക്കുക ദൈവത്തോട്. ദൈവം എന്ത് തന്നെ വേലയ്ക്ക് വിളിച്ചത് അല്ലേ, എന്തുകൊണ്ട് ഇവിടെ അയച്ചത്? ഞാൻ അവിടെ എന്തെങ്കിലും അവിടെ വേല ചെയ്തിട്ടില്ലായിരുന്നു? ഈ എല്ലാം വിട്ട് അല്ലേ ദൈവത്തിന്റെ വേല എന്ന് പറഞ്ഞ ദേശത്ത് ഞാൻ വന്നു. അവസാനം ആ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, അവരുടെ കളിയും ചിരികളെല്ലാം തീർച്ചയായിട്ടും മനസ്സിലാവും. നമ്മൾ കൊച്ചിനെ സ്കൂളിൽ വിടുമ്പോൾ കൊച്ചു കരയാത്തൊരു സങ്കടമാണ്. പക്ഷെ ആ കൊച്ചിന് ആ മക്കളിനി ഇല്ല അവർക്ക് അല്ലേ, അവർക്ക് കളിപ്പിക്കാനോ ചിരിപ്പിക്കാനോ അല്ലേ ഒന്നും. ഒരു നിമിഷം കൊണ്ട് അവർ ഭർത്താവും പോയി, 2 മക്കളും പോയി, അമ്മയും മോളും തന്നെ. പക്ഷേ ആ നമ്മളെ വീഡിയോസ് കണ്ടുള്ളതല്ല, അവിടെ പോയി പരാതി പറയുക ഒന്നും ചെയ്തത് കാണുന്നത്. ബിക്കോസ് ഹി ലീവ്സ് സെക്കൻഡ് ഫേസ് ടുമോറോ. ഇതിൽ കൂടി കഷ്ടം എന്താ വരുന്നത്? ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടാലും ഗ്ലാഡ്സ്റ്റീൻസ് അങ്ങനെ നിൽക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അവള് സർവാധികാരത്തിൽ വിശ്വസിച്ചു. എൻ്റെ ദൈവം സർവാധികാരിയാണ്, എന്നെ വേലയ്ക്ക് അയച്ചത് ദൈവമാണ്. എവിടെയെങ്കിൽ എനിക്ക് കഷ്ടം വന്നതും എൻ്റെ ഭർത്താവിനെ എടുത്തതും എൻ്റെ 2 പിഞ്ചു മക്കളെ എടുത്തതും അല്ലേ, അവരെ കളിച്ചിട്ടൊന്നും എനിക്ക് കാണാൻ കഴിയത്തില്ല, ഞാൻ തന്നെ ഉള്ളൂ. പക്ഷേ എന്നാലും ദൈവത്തിന് മുഖത്തേക്ക് നോക്കിയാൽ ജീവിക്കുന്നത് പറയാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ്? ഈ ഒരു വിശ്വാസം. ഈയിടെ ജെസ്സിക്ക എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കണ്ടു കാണും. ഒരു നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും ആ ഭർത്താവിനെ കൊന്നു. ആ സ്ത്രീയുടെ ഒരു സാക്ഷ്യം ഉണ്ടാകുമല്ലോ ട്യൂബില്. അവൾ പറഞ്ഞെന്താ, എൻ്റെ ഭർത്താവ് ചെയ്ത വേല മുമ്പോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ ആരും വൈരാഗ്യം റിവെഞ്ച് കാണിക്കാനല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഈ അടുത്ത കാലത്ത് ഈ 2 മാസത്തിനുള്ളിൽ ഒരു ജെസ്സിക്ക പകടാൽ ഒരു സ്ത്രീയെ പറ്റി നമ്മൾ കേൾക്കാനായിട്ട് ഇടയായി. എന്തുകൊണ്ടൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞത് അല്ലേ? നമുക്കൊരു ചെറിയൊരു കഷ്ടം, ഒരു ചെറിയൊരു കൈവേദനയും കാലുവേദനയും വരുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയത്തില്ല അല്ലേ. അവങ്കിലേക്ക് നോക്കി പ്രകാശിക്കുക, അവരുടെ മുഖം ലജ്ജിച്ചു പോകുന്നില്ല. ഒന്ന് വിശ്വസിക്കുക, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ഇറങ്ങിയെങ്കിൽ ഇതിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ച് പോകത്തില്ല. നമ്മുടെ മുഖം താഴ്ത്തി വെച്ച് കർത്താവിലേക്ക് നോക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ലജ്ജ വരുന്നത്. നമ്മുടെ ഭാരങ്ങൾ നാൾതോറും ചുമക്കുന്ന ദൈവം. പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ നമ്മൾ ഇറക്കി വെക്കത്തില്ല, നമ്മുടെ ഭാരങ്ങൾ നമ്മളിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. പലപ്പോഴും അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻസും പ്രയാസങ്ങളും ആകുലതയും ഇതൊക്കെ നമുക്ക് വരുന്നത്. നമ്മളെപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടല്ലേ, ഇപ്പോൾ ആ ക്യാമ്പിനും പാടുന്ന പാട്ട് എന്താ, പരീക്ഷൻ്റെ ദൈവം അനുവദിച്ചാൽ അല്ലേ, പരീക്ഷൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായിട്ട് അവൻ എന്ത് തന്നെ ഞാൻ ചോദിക്കില്ല, കാരണം നന്മയ്ക്കായിട്ട് അവൻ കേട്ടു. നമ്മൾ മിക്കവാറും സ്ത്രീകളുടെ ക്യാമ്പിന് പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ പരീക്ഷ ജീവിതത്തിൽ അനുവദിച്ചാൽ നമ്മളിത് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നമ്മൾ ചോദിക്കും എന്താ പറയുക, ഇനി എന്ത് അല്ലേ, വാട്ട് ഈഫ് എന്നായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും, നമ്മൾ പറയും ഈവനിങ്. അതാ വ്യത്യാസം. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇനി എന്ത് ഇനി എന്ത് ഇനി എന്ത്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ എന്താ പറയും, ശബ്ദമേശിനെ പോലെ ഈവനിങ്. അങ്ങനെയാണെങ്കിൽ അല്ലേ, മറ്റേ എസ്തറിനെ പോലെ നീ നശിക്കുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ നശിക്കട്ടെ അല്ലേ, ജോസഫിനെ പോലെ നിങ്ങൾ ദോഷം നമ്മൾ വിചാരിച്ചെങ്കിലും സാരമില്ല, ദൈവം നന്മയ്ക്കാക്കി എടുത്ത് വെക്കും. പക്ഷെ ഇത് പറയണമെങ്കിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമെങ്കിലേ നമുക്ക് കഴിയത്തുള്ളൂ. വരും ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അല്ലേ, രൂത്തിനെ പോലെ അവർക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയവരാണ്. കാരണം എന്താ, ഒരു അന്യദേശത്ത് നിന്ന് വേറെ ദേശത്തേക്ക് വരും, ഒന്നുമില്ല, ഭർത്താവ് നഷ്ടപ്പെട്ടു, പക്ഷേ ഒന്നും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വന്നു. രൂത്ത് ഭർത്താവിന്റെ വെല്ലുവിളിയായിട്ട് തീരാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. ശദ്രക് മേശകനെ പോലെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ദൈവത്തിന് വേണ്ടി നിൽക്കാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. ദൈവം സർവശക്തനാണ്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, സർവാധികാരി. രണ്ടും വിശ്വസിക്കുക. ദൈവസന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ നമ്മൾ അല്ലേ ഒരു വാക്കുകൊണ്ട് പറയാതെ, നമ്മുടെ സങ്കടം എന്താണോ അത് അങ്ങനെ തന്നെ ദൈവസന്നിധിയിൽ പോയി നമ്മൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സ്ഥലത്തിൽ പകർന്നാൽ കർത്താവ് എന്നും കേൾക്കുന്നവനാണ്. മകളെ നിന്റെ കണ്ണീർ ഞാൻ കണ്ടിരിക്കുന്നു അല്ലേ, നമുക്ക് സമാധാനത്തിനായിട്ട് വന്നതാണ് ഇതൊക്കെ. നിന്നെക്കുറിച്ചുള്ള ശുഭഭാവി എന്താ, ദോഷത്തിനല്ല നന്മയ്ക്കായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആശ്വാസവാക്കുകളൊക്കെ നമുക്ക് പ്രാപിച്ച് മുന്നേറാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും.